السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، واشهد أن لا إله إلا الله وحده لا شريك له، واشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിവാഹവുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളാണ് ഈ ദർസുകളിൽ നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വിവാഹത്തിലേക്കുള്ള വഴികളിൽ വിവാഹത്തിലേക്ക് എത്തിക്കുന്ന കാരണങ്ങളിൽപ്പെട്ടതാണ് വിവാഹാലോചന എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ വിവാഹത്തിന് മുൻപ് തന്നെ ശ്രദ്ധ വെക്കാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. മുൻപ് മനസ്സിലാക്കിയതുപോലെ വിവാഹമെന്നാൽ പരലോകത്തേക്കുള്ള നമ്മുടെ വിഭവം ഒരുക്കാനുള്ള വഴിയാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇദാ മാതൽ ഇൻസാനു ഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം അവനിൽ നിന്ന് വേർപിരിയുന്നതാണ്. അതിലൊന്ന് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല ഒരു സന്താനമാണ്. നല്ല ഒരു സന്താനത്തെ ലഭിക്കണമെങ്കിൽ ആ സന്താനത്തെ വളർത്തുന്ന നല്ല ഒരു പിതാവും നല്ല ഒരു മാതാവും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നല്ല ഒരു ഉമ്മയെ തിരഞ്ഞെടുക്കാൻ, നല്ല ഒരു പിതാവിനെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുള്ള വഴിയാണ് വിവാഹാലോചന എന്നത്. അള്ളാഹുവിൻ്റെ ദീനിൽ വിവാഹം ആലോചിക്കുക എന്നത് അറബിയിൽ ഖിത്ബ എന്നാണ് അതിന് പറയുക. വിശുദ്ധ ഖുർആനിൽ വരെ അതിൻ്റെ വിധിവിലക്കുകൾ ചിലത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ ജുനാഹ അലൈക്കും ഫീമാ അറദ്തും ബിഹി മിൻ ഖിത്ബത്തിൻ നിസാ. സ്ത്രീകളോട് വിവാഹാലോചന നടത്തുക എന്നത് നിങ്ങൾക്ക് തെറ്റായ കാര്യമല്ല. തലാഖ് ചെയ്യപ്പെട്ട സ്ത്രീകളാണ് എങ്കിൽ അവരുടെ ഇദ്ദാ കാലഘട്ടത്തിൽ അത് നേർക്ക് നേരെ പറയുക എന്നത് പാടില്ല. അറിയാൻ കഴിഞ്ഞ തവണ വിശദീകരിച്ചതുപോലെ സൂചനയുടെ രൂപത്തിൽ പറയാൻ അനുവാദമുണ്ട്. എന്താണ് വിവാഹം ആലോചിക്കുന്നതിൻ്റെ വിധി? ചില പണ്ഡിതന്മാർ പറഞ്ഞു വിവാഹം ആലോചിക്കുക എന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഒരു സ്ത്രീ വിവാഹം ആലോചിക്കുക, അവരെ പോയി കാണുക, കാര്യങ്ങൾ അന്വേഷിക്കുക, ഇത് അനുവദനീയമാണ്. ശാഫിഈ മദ്ഹബിൽ പ്രബലമായ അഭിപ്രായം വിവാഹം ആലോചിക്കുന്നത് സുന്നത്താണ്. എന്തുകൊണ്ട് സുന്നത്താണ്? ഒരു സ്ത്രീയോട് വിവാഹം ആലോചിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തോട് വിവാഹം ആലോചിക്കുന്നത് സുന്നത്താണ്. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിവാഹം ആലോചിച്ചിട്ടുണ്ട്. അവിടുത്തെ സുന്നത്ത് പിൻപറ്റുക എന്നത് പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റിക്കൊണ്ട് വിവാഹം ആലോചിക്കാൻ ഇത് ഒരു സുന്നത്താണ്, പുണ്യം കിട്ടുന്ന കാര്യമാണ് എന്ന ഓർമ്മയോടുകൂടി ആ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. ഇതൊരു ഇബാദത്താണ്. വിവാഹം ആലോചിക്കുക എന്നത് ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ വിവാഹം ആലോചിച്ചിട്ടുണ്ട് അബൂബക്കർ സിദ്ദീഖിനോട്. ഹഫ്സ റളിയല്ലാഹു അൻഹ വിവാഹം ആലോചിച്ചിട്ടുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്. ശരി, വിവാഹം ആലോചിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? വിവാഹം ആലോചിക്കുന്നത് പുരുഷനാണെങ്കിൽ അവൾ സ്ത്രീയിൽ തൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദീനാണ്. അവളുടെ ദീനാണ്. അള്ളാഹുവിൻ്റെ ദീൻ പിൻപറ്റുക എന്നതിൽ തൻ്റെ ഭാര്യയാകാൻ പോകുന്ന ഈ പെൺകുട്ടിക്ക് എത്ര ശ്രദ്ധയുണ്ട്, ഇത് തുടക്കത്തിൽ പരിഗണിക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഹദീസ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. അവിടുന്ന് പറഞ്ഞു, തുൻകഹുൽ മർഅതു ലിഅർബഅ. 4 കാര്യങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾ പൊതുവെ വിവാഹം കഴിക്കപ്പെടാറുണ്ട്. ആളുകൾ വിവാഹം ആലോചിക്കാറുള്ളത് 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ്. ലിമാലിഹ വലിഹസബിഹ വജമാലിഹ വദീനിഹ. അവളുടെ സമ്പത്ത് ചിലരെ വിവാഹത്തിലേക്ക് അടുപ്പിക്കാറുണ്ട്. അവളുടെ ഭംഗി ചിലരെ വിവാഹത്തിലേക്ക് അടുപ്പിക്കാറുണ്ട്. അവളുടെ തറവാടിത്തം, കുടുംബം ചിലരെ വിവാഹത്തിലേക്ക് അടുപ്പിക്കാറുണ്ട്. അവളുടെ ദീൻ, അള്ളാഹുവിൻ്റെ ദീൻ അവൾ പാലിക്കുന്നു എന്നത് ചിലരെ വിവാഹത്തിലേക്ക് അടുപ്പിക്കാറുണ്ട്. ഫദ്ഫർ ബിദാത്തി ദീൻ വഇൻ തരിബത് യദാക്. നീ ദീനുള്ള സ്ത്രീക്ക് മുൻഗണന നൽകുക. നിൻ്റെ കയ്യിൽ മണ്ണ് പുരണ്ടാലും അവളെ നോക്കാൻ വേണ്ടി, ഒരു ദരിദ്രയായ സ്ത്രീയാണ് പക്ഷേ ദീനുള്ളവളാണ്, അവളെ നോക്കുന്നതിന് വേണ്ടി നീ കുറച്ച് പ്രയാസപ്പെടേണ്ടി വന്നാലും, നിൻ്റെ കയ്യിൽ മണ്ണ് പുരണ്ടാലും നീ ദീനുള്ളവൾക്ക് മുൻഗണന നൽകുക. കാരണം മറ്റേതു കാര്യവും, തറവാടിത്തമാണെങ്കിലും ഭംഗിയാണെങ്കിലും അതുപോലെ തന്നെ
സമ്പത്താണെങ്കിലും ഈ പറഞ്ഞതെല്ലാം ദുനിയാവിൽ അവസാനിക്കുന്നതാണ്. ദീൻ കൊണ്ടുള്ള പ്രയോജനം ദുനിയാവിലുമുണ്ട് ആഖിറത്തിലുമുണ്ട്. മാത്രമല്ല മേൽ പറഞ്ഞ ഈ 3 കാര്യങ്ങളും 4 കാര്യം പറഞ്ഞല്ലോ, ഈ 4-ൽ മറ്റു 3ഉമില്ല. ഈ അവസാനം പറഞ്ഞതുണ്ട് എങ്കിൽ മറ്റു 3നും പകരം നിൽക്കാൻ ദീൻ മതിയായതാണ്. എത്ര കുടുംബങ്ങളിൽ പെൺകുട്ടി ചിലപ്പോൾ ഭംഗിയുണ്ടാവുകയില്ല, പക്ഷേ അവളുടെ സ്വഭാവവും അവളുടെ ദീനും അവൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്നതും തൻ്റെ ഭർത്താവിനോട് അവൾ സ്വീകരിക്കുന്ന പെരുമാറ്റവും അവളുടെ ഭംഗിക്കുറവിനെ മറക്കുന്ന അവൾക്ക് ഭംഗിയേകുന്ന അവളെ ഏറ്റവും വലിയ സുന്ദരിയാക്കുന്ന കാര്യമാക്കി മാറാറുണ്ട് എത്ര ആളുകളുടെ കാര്യത്തിൽ. പക്ഷേ എത്രയോ പെൺകുട്ടികൾ ചിലപ്പോൾ ഭംഗിയുണ്ടായിരിക്കും, പക്ഷെ അവളുടെ സ്വഭാവത്തിലെ മോശവും അവളുടെ പെരുമാറ്റത്തിലെ പ്രശ്നങ്ങളും അവളുടെ ആ ഭംഗിയെല്ലാം നശിപ്പിച്ച് കളയുന്ന അവസ്ഥയിൽ ആ ഭർത്താവ് ഒരു നരകത്തിൽ ജീവിക്കുന്ന അവസ്ഥയിൽ എത്തിപ്പെടുന്ന സ്ഥിതിയും ഉണ്ടാകാറുണ്ട്. ഇതേപോലെ തന്നെ തറവാട്, ഇതേപോലെ തന്നെയാണ് സമ്പത്ത്. എത്ര വലിയ കൊട്ടാരങ്ങൾ താമസിക്കുന്ന കുടുംബങ്ങളുണ്ട്, പക്ഷേ അവർ ജീവിക്കുന്നത് നരകത്തിലാണ്. സുബ്ഹാനല്ലാഹ്, അത്തരം ചില കുടുംബങ്ങളെ കണ്ടാൽ യഥാർത്ഥത്തിൽ നമുക്ക് പറയാൻ തോന്നുക ദുനിയാവിൽ അവർക്ക് അനുഭവിക്കണം. നരകം എന്ന് പറയുന്നത് പരലോകത്തെ നരകത്തെക്കുറിച്ചല്ല. ദുനിയാവിൽ അവർ അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ കടുപ്പം, ജീവിതത്തിൻ്റെ ഇടുക്കം ചെറുതല്ല. ചില ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, വീട്ടിലേക്ക് പോകാൻ അവർക്ക് മടിയാണ്. ചില സ്ത്രീകൾക്ക് അവളുടെ വീട്ടിലേക്ക് ഭർത്താവ് വന്നെത്തുന്നതാണ് ഏറ്റവും വിഷമമുണ്ടാക്കുന്ന കാര്യം. അപ്പോൾ ദീൻ ഈ പറഞ്ഞ മറ്റ് കുറവുകളെല്ലാം പരിഹരിക്കാൻ പര്യാപ്തമാണ്. എന്നാൽ ഒരാൾക്ക് ഈ 4ഉം ഉള്ളത് ലഭിച്ചാലോ അൽഹംദുലില്ലാഹ് ഖൈർ, അള്ളാഹു നൽകിയ നിഅമത്താണ്. ദീനിന് മുൻഗണന നൽകുക എന്നത് വിവാഹം ആലോചിക്കുന്ന സമയത്ത് യുവാക്കൾ ശ്രദ്ധിക്കേണ്ട, അതുപോലെ തന്നെ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അദ്ദുന്യ മതാഉൻ വഖൈറു മതാഇ ദുന്യ അൽ മർഅതു സ്സാലിഹ. ദുനിയാവ് എല്ലാം വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ദുനിയാവിൽ വിഭവങ്ങളാണുള്ളത്, പരലോകത്തേക്ക് കൊണ്ടുപോകാനുള്ള വിഭവങ്ങൾ. വഖൈറു മതാഇ ദുന്യ അൽ മർഅതു സ്സാലിഹ. ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം സാലിഹത്തായ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പലപ്പോഴും ദുനിയാവിൻ്റെ ആളുകൾക്കിടയിൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പുരുഷന്മാർക്കിടയിൽ അവരുടെ തമാശകളിൽ പലതും ബഹുലക്ഷ തമാശ എന്താണ്? ഭാര്യയെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഭാര്യ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഭാര്യയുടെ വീട്ടിലേക്ക് പോയാലുള്ള പ്രയാസം, വീടൊരു പ്രശ്നമാണ്, വീട്ടിലേക്ക് പോകുന്ന മടിയാണ്. ഇത്തരം തമാശകളിലാണ് യഥാർത്ഥത്തിൽ പല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇന്ന് കാലഘട്ടത്തിൽ പുരുഷന്മാരുടെ തമാശകൾ ചിലപ്പോൾ വന്നെത്തിയിട്ടുള്ളത് എവിടേക്കാണ്? ഭാര്യയെ കൊണ്ടുള്ള ബുദ്ധിമുട്ട്, ഭാര്യയുടെ ആവലാതി, അവളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്വൈര്യം കിട്ടില്ല. ഇതാണ് അവരുടെ തമാശകളിൽ പലപ്പോഴും വരുന്നത്. പക്ഷെ ദീനുള്ള ഒരു കുടുംബമാണെങ്കിൽ, ദീനുള്ള ഒരു പുരുഷൻ അവൻ്റെ ഭാര്യയ്ക്ക് നൽകുന്ന പരിഗണന, ഒരു സ്ത്രീ അവളുടെ ഭർത്താവിന് നൽകുന്ന പരിഗണന മനോഹരമാണ്. അവർക്ക് വീട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ് സമാധാനം നൽകുന്ന കാര്യം. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതുപോലെ ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയിൽ സക്കീനത്ത് ലഭിക്കാനാണ്, സമാധാനം, ആശ്വാസം ലഭിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അവിടുത്തെ മനസ്സ് വേദനിച്ച് മക്കയിലുള്ള മുശ്രിക്കുകളുടെ പരാതികൾ കേട്ട്, പ്രയാസങ്ങൾ കേട്ട്, ആക്ഷേപങ്ങൾ കേട്ട്, ചീത്തവിളികൾ കേട്ട്, അതിക്രമങ്ങൾ നേരിട്ട്, ഉപദ്രവങ്ങൾ നേരിട്ട് അവിടുന്ന് ഖദീജയുടെ അടുത്തേക്ക് വരുമായിരുന്നു തന്നെ റളിയല്ലാഹു അൻഹ. ഖദീജയുടെ അടുത്തെത്തിയാൽ ആ അനുഭവിച്ച പ്രയാസങ്ങളെല്ലാം അവിടുത്തെ മറപ്പിക്കാൻ ഖദീജയ്ക്ക് സാധിക്കുമായിരുന്നു തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഖദീജയ്ക്ക് അള്ളാഹു വാഗ്ദാനം നൽകിയത് സ്വർഗത്തിലൊരു കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിൻ്റെ പ്രത്യേകത ലാ സഖ്ബ ഫീഹ, അവിടെ അട്ടഹാസങ്ങളില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഖദീജയ്ക്ക് അനുയോജ്യമായ കൊട്ടാരമാണത്. കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും സമാധാനമുള്ള വീടാക്കി നിലനിർത്താൻ ഖദീജയ്ക്കുണ്ടായിരുന്ന പങ്ക് റളിയല്ലാഹു അൻഹ അത്ര വലുതായിരുന്നു. അവർ മരിച്ചതിന് ശേഷം എത്ര അധികമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയെ ഓർത്തത്. എത്ര തവണയാണ് ഖദീജയെക്കുറിച്ച് മേന്മകൾ പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, ഞാനൊരു സ്ത്രീയോടും ഇത്ര അസൂയ എനിക്കുണ്ടായിട്ടില്ല, ഖദീജയോടുണ്ടായ അസൂയ പോലെ. അവിടുന്ന് ഖദീജയെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമികമായ ഒരു ബന്ധം ഒരാൾക്ക് നൽകപ്പെടുക എന്നത്, അതിൻ്റെ ഭംഗി, അതിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയുക എന്നത് ദുനിയാവിലെ ഏറ്റവും വലിയ മതാഅകളിലൊന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഖൈറു മതാഇ ദുനിയ അൽ മർഅതു സ്സാലിഹ, നല്ല ഒരു സ്ത്രീയെ ലഭിക്കുക, സാലിഹത്തായ ഒരു സ്ത്രീയെ ലഭിക്കുക എന്നത് ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിയത്തഖിദ് അഹദുക്കും ഖൽബൻ ഷാകിറൻ വലിസാനൻ ദാകിറൻ വസൗജതൻ തുഈനുഹു അലാ അംറിൽ ആഖിറ. നിങ്ങൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ട 3 കാര്യങ്ങൾ.
ഖൽബുൻ ഷാക്കിർ, അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ഹൃദയം, ലഭിച്ച നിഅമത്തുകൾ നന്ദിയുണ്ട്. വലിസാനുൻ ദാക്കിർ, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന നാവുണ്ട്. വസൗജത്തുൻ തുഈനുഹു അല അംറിൽ ആഖിറ, പരലോകത്തിൻ്റെ കാര്യത്തിൽ അവനെ സഹായിക്കുന്ന ഒരു ഭാര്യയെ ലഭിക്കുക എന്ന്. പരലോകത്തിൻ്റെ കാര്യത്തിൽ സഹായിക്കാൻ പല ആൾക്കാരും ചിലപ്പോൾ ദുനിയാവിൻ്റെ കാര്യത്തിൽ ഭാര്യ സഹായിക്കുന്നത് വലിയ കാര്യമായി പറയും, ഒരു നിഅമത്താണ്, സംശയമില്ല. പക്ഷേ വീട്ടിലെ കാര്യങ്ങളിൽ വിട്ട്, പക്ഷെ പരലോകത്തിൻ്റെ കാര്യത്തിൽ അവനൊരു കുറവ് വന്നാൽ അവളത് പരിഹരിക്കുന്നു. അവൻ മടി കാണിച്ചാൽ അവൻ്റെ പിറകിലുണ്ട്. അവനൊരു തെറ്റ് കാണിച്ചാൽ, അതിക്രമം കാണിച്ചാൽ അവൾ തിരുത്തുന്നുണ്ട്. തിരിച്ചും അതുപോലെ തന്നെ നിൻ്റെ ദീൻ പരലോകം രക്ഷപ്പെടുത്താൻ നിൻ്റെ ഭാര്യ നിന്നെ സഹായിക്കുന്നു എങ്കിൽ അത് വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ്. തിരിച്ചറിയുക അള്ളാഹുവിൻ്റെ മുൻപിൽ ചെന്നെത്തുന്ന സന്ദർഭത്തിൽ. സഹോദര, വിവാഹം ആലോചിക്കാൻ പോകുമ്പോൾ ദീനുള്ള സ്ത്രീ ആലോചിക്കുക. എന്താണ് ദീനുള്ള സ്ത്രീയുടെ അടയാളങ്ങൾ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുള്ള സ്ത്രീകളുടെ അടയാളങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ ഭാര്യമാരും പത്നിമാരും തമ്മിൽ ചെറിയ ചില പിണക്കങ്ങളുണ്ടായി. അവിടുന്ന് അവരെ കുറച്ചു കാലം അവരുടെ അടുത്തേക്ക് പോകുന്നത് കുറച്ച് സമയം നിർത്തിവെച്ചു. അങ്ങനെ അവരെ താക്കീത് ചെയ്തുകൊണ്ട് അവതരിച്ച ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അസാ റബ്ബുഹു ഇൻ തല്ലഖകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുന്ന മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിഹാത്തിൻ സയ്യിബാത്തിൻ വഅബ്കാറ. നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിന് പകരമായി അള്ളാഹു വേറെ ചില സ്ത്രീകളെ നൽകുന്നതാണ്. അവരെ പരിഹരിച്ച ഏറ്റവും നല്ല രൂപമായിരുന്നു എന്നാണ് ഈ ആയത്ത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഉണ്ടാക്കിയ വെപ്രാളവും വേദനയും പ്രയാസവും ചെറുതല്ല. നിങ്ങൾ ശരിയല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് നല്ല സ്ത്രീകളെ നൽകും. എന്താണ് അവരുടെ പ്രത്യേകത? ആ പ്രത്യേകതകൾ ഒരു സ്ത്രീയിൽ അന്വേഷിക്കാവുന്ന കാര്യമാണ്. ഒരു പെൺകുട്ടി അന്വേഷിക്കുമ്പോൾ മുസ്ലിമാത്തൻ, ഒന്നവൾ മുസ്ലിമാണ്. എന്താ മുസ്ലിം എന്ന് പറഞ്ഞാൽ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീൻ പുറമേക്ക് ജീവിതത്തിൽ പ്രകടിപ്പിക്കുന്നവളാണ്. നിസ്കാരമുണ്ട്, 5 നേരത്തെ നിസ്കാരം പാലിക്കുന്നുണ്ട്. അതുപോലെ അവളുടെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം അവളുടെ വസ്ത്രം മുസ്ലിങ്ങളുടെ വസ്ത്രധാരണ രീതിയാണ്, സാലിഹത്തായ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയാണ്. അള്ളാഹുവിൻ്റെ ദീൻ ഇസ്ലാമിന് പ്രാധാന്യം നൽകുന്നവളാണ്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. മുസ്ലിമാത്ത്, മുസ്ലിമായിരിക്കണം. ഇന്ന് മുസ്ലിമിനോടൊപ്പം പല കൂട്ടിച്ചേർക്കലുകളുമുള്ള കാലഘട്ടമാണിത്. ഫെമിനിസ്റ്റ് മുസ്ലിമാണ്, അല്ലെങ്കിൽ മുസ്ലിം ഫെമിനിസ്റ്റാണ്, അല്ലെങ്കിൽ മുസ്ലിം ലിബറലിസ്റ്റാണ്, അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിസ്റ്റാണ്, അല്ലെങ്കിൽ മുസ്ലിം സുബ്ഹാനല്ലാഹ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ എല്ലാ ഹറാമുകളിലേക്കും ഇസ്ലാം ചേർത്ത് വെക്കപ്പെടുന്ന കാലമാണ്. ഇസ്ലാമിക് ഫാഷൻ, ഇസ്ലാമിക് എന്തിനും ഇസ്ലാമിക് എന്ന് പേര് വെച്ചാൽ മുസ്ലിമായിരിക്കണം. അതിനോടൊപ്പം ഇസ്ലാമിന് വിരുദ്ധമായ ഒന്നും ചേർന്ന് വരാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കല്യാണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇന്ന് ഈ ഫെമിനിസ്റ്റ് ഐഡിയോളജിയും ലിബറലിസ്റ്റ് ഐഡിയോളജികളും പെൺകുട്ടികൾ ചെറിയ പ്രായം മുതലേ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. കുടുംബജീവിതത്തെ ഇത്രമാത്രം തകർക്കാൻ വേണ്ടി നിർമ്മിച്ചുണ്ടാക്കിയ പ്രത്യയശാസ്ത്രങ്ങൾ വേറെയില്ല. ഫെമിനിസവും ലിബറലിസവും പോലുള്ള ചിന്താഗതികൾ. ഇൻഷാ അല്ലാഹ് അത് സാധ്യമാണെങ്കിൽ പിന്നീട് ഒരിക്കൽ സൂചിപ്പിക്കേണ്ടതാണ്. മുസ്ലിമായിരിക്കണം. അവൾ ഇസ്ലാമിന് പ്രാധാന്യം കൊടുക്കുന്നവളായിരിക്കണം. മുഅ്മിനായിരിക്കണം, ഈമാനുള്ളവളായിരിക്കണം. അവളുടെ അഖീദ ശരിയായിരിക്കണം, വിശ്വാസം ശരിയായിരിക്കണം. അവൾ ശിർക്കുള്ളവളാകരുത്, അവൾ ജാറത്തിൽ പോകുന്നവളാകരുത്, മക്ബറയിൽ പോകുന്നവരാ ഔലിയാക്കന്മാരെ വിളിച്ച് ദുആ ചെയ്യുന്നവരാകരുത്. അല്ലെങ്കിൽ ചില സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇസ്ലാം വളരെ അപരിചിതമായ ചില സ്ഥലങ്ങളിൽ പോയാൽ ഇതൊന്നും വേണ്ട. ചിലപ്പോൾ അമ്പലത്തിൽ പോകുന്ന ആളുകളെ കാണാം, അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ വീട്ടിൽ കൊണ്ടുവെക്കുന്ന ആളുകളെ കാണാം, അതുമല്ലെങ്കിൽ ഉറുക്കും ചരടും ധരിക്കുന്ന ആളുകളെ കാണാം. ഈമാനുള്ളവളായിരിക്കണം, അവൾക്ക് അള്ളാഹുവിൻ്റെ ദീനിൽ വിശ്വാസം ഉണ്ടായിരിക്കണം, മുസ്ലിമായിരിക്കണം. മുസ്ലിം എന്ന് പറഞ്ഞാൽ പുറമേക്ക് അടയാളങ്ങൾ ഉണ്ടായിരിക്കണം. 2 ഈമാൻ ഉണ്ടായിരിക്കണം. അവൾ ശിർക്കുള്ളവളാകരുത്, കുഫറുള്ള സ്ത്രീയാകരുത്. ഖാനിതാത്തിൻ, നന്മകൾ ചെയ്യുന്നത്. ഖാനിതാത്ത് എന്ന് പറഞ്ഞാൽ ദവാമു ത്വാഅ, അല്ലെങ്കിൽ അദ്ദവാമു അല ത്വാഅ, അതിൽ നന്മകൾ ശീലിക്കുന്നവളായിരിക്കണം, തുടർച്ചയായി നന്മകളിൽ തുടരുന്നവളായിരിക്കണം. അപ്പോൾ എങ്ങനെ ഇത് മനസ്സിലാവുക? അവൾ ചെറിയ പ്രായം മുതൽ അവൾ എങ്ങനെയാണ് വളർന്നു വന്നത്? അവളുടെ കുടുംബം എന്താണ്? അവൾ ദീനിനോട് എത്ര താല്പര്യമുള്ളവളായിരുന്നു?
എന്തിലാണ് അവളുടെ വളർച്ച ഉണ്ടായിട്ടുള്ളത്, അത് ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്. തായിബാത്തിൻ, മനുഷ്യരെല്ലാവരും തിന്മകൾ ചെയ്യുന്നവരാണ്, പക്ഷേ തിന്മകൾ ചെയ്താൽ തൗബ ചെയ്യുന്നവളാണ് തായിബാത്തിൻ. ആബിദാത്തിൻ, ഇബാദത്തുകൾ ശ്രദ്ധിക്കുന്നവരാണ്. അള്ളാഹു അതിൽ പ്രത്യേകം ഒരു ഇബാദത്ത് എടുത്തു പറഞ്ഞു, സായിഹാത്തിൻ, നോമ്പ് നോൽക്കുന്നവളാണ്. ഇബാദത്തുകൾ മൊത്തത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞു, അതിനുശേഷം അള്ളാഹു നോമ്പ് പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പോൾ സ്ത്രീയിൽ ഇത്തരം ദീനിൻ്റെ കാര്യങ്ങൾ ഉണ്ടാകുക എന്നത് നന്മയായ, അവൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ നീ ഒരു പെൺകുട്ടിയെക്കുറിച്ച് അറിയണം, അവളുടെ കുടുംബത്തിൽ നിന്നോ മറ്റോ രാത്രി നിസ്കരിക്കുന്നവളാണ്, മാഷാ അല്ലാഹ് നിനക്ക് നല്ലൊരു അടയാളമാണ് ലഭിച്ചത്. അവൾ ഹിജാബ് ശ്രദ്ധിക്കുന്നവളാണ്, നല്ലൊരു അടയാളമാണ് ലഭിച്ചത്. ഈ കാലത്ത് പറയാവുന്ന കാര്യം, ഫോണില്ലാത്ത പെൺകുട്ടിയാണ്, നല്ലൊരു അടയാളമാണ്. ഈ കാലത്ത് വീട്ടിൽ നിന്നധികം പുറത്തിറങ്ങാത്ത പെൺകുട്ടിയാണ്, നല്ലൊരു അടയാളമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സ്ത്രീകളിൽ നല്ല സ്വഭാവം, നല്ല മര്യാദകൾ, നല്ല പെരുമാറ്റങ്ങൾ, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ കാര്യമാണിത്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ഈ ആയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോടാണ് താക്കീത് ചെയ്തത്. നിങ്ങൾ അവിടത്തേക്ക് പ്രയാസമുണ്ടാക്കുകയാണെങ്കിൽ അവിടത്തേക്ക് പകരം നൽകാൻ പോകുന്ന സ്ത്രീകൾ ഇങ്ങനെയുള്ളവരായിരിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരെ ആരെയും തലാക്ക് ചൊല്ലിയില്ല. അതിന് എന്ത് മനസ്സിലായി? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെല്ലാം ഈ സ്വഭാവമുള്ളവരായിരുന്നു. ഈ സ്വഭാവമുള്ളവരെ റസൂലിന് കൊടുക്കുമെന്നാണ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ മരിക്കുന്നവരെ അവിടുത്തെ ഭാര്യമാരായിരുന്നു. അപ്പോൾ അവർ ഈ സ്വഭാവമുള്ളവരായതുകൊണ്ടാണ് അള്ളാഹു അവരെ നിലനിർത്തിയത് എന്നതുകൊണ്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അവരെക്കുറിച്ച് ഏറ്റവും നല്ല വിചാരമുണ്ടായിരിക്കാൻ ഈ ആയത്ത് തെളിവാണ്. അതുപോലെ വിവാഹം ആലോചിക്കുമ്പോൾ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളിലൊന്നാണ് അൽ വലൂദ്, പ്രസവിക്കുന്ന സ്ത്രീ ആയിരിക്കുക എന്നത്. എന്ന് പറഞ്ഞാൽ ധാരാളം പ്രായമുള്ള സ്ത്രീയെ കല്യാണം കഴിച്ചാൽ പ്രസവിക്കുകയില്ല. അതുപോലെ തന്നെ പ്രസവിക്കാൻ കൂടുതൽ സാധ്യതയുള്ള പെൺകുട്ടികളാവുക. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അവരുടെ ഉമ്മയുടെ സഹോദരിമാരെ, അവരുടെ പെങ്ങന്മാരെ നോക്കിയാൽ ഏതാണ്ട് ഇക്കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ ഉമ്മാക്ക് ധാരാളം മക്കളുണ്ടായിട്ടുണ്ട്, അവരുടെ ഉമ്മാക്ക് മക്കളുണ്ട്, പെങ്ങന്മാർക്ക് മക്കളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസവ്വജു അൽ വജൂദ് അൽ വലൂദ് ഫഇന്നി മുകാഥിറും ബികുമുൽ ഉമം. നിങ്ങൾ നന്നായി സ്നേഹിക്കുന്ന, പ്രസവിക്കുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കുക, ഞാൻ നിങ്ങളെ കൊണ്ട് നാളെ മറ്റു ഉമ്മത്തുകൾക്ക് മുൻപിൽ അഭിമാനം പറയുന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് എത്രമാത്രം അഭിമാനം വർദ്ധിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമോ അത്രയും നീ വർദ്ധിപ്പിക്കുക. ഇതൊരു ചെറിയ കാര്യമല്ല. കുട്ടികളുണ്ടാവുക എന്നുള്ളത്, കുട്ടികളെ അധികരിപ്പിക്കുക എന്നുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സാലിഹീങ്ങളായ സന്താനങ്ങളെ അധികരിപ്പിച്ച് നൽകുമാറാകട്ടെ. കുട്ടികൾ അധികരിക്കുക എന്നുള്ളത് ഒരു കുറവുള്ള കാര്യമല്ല, ഒരു കുറവ് മുതൽ വിചാരിക്കേണ്ട. പരലോകത്തെത്തി നിനക്ക് എൻ്റെ ഖൈർ മനസ്സിലാവും. മുസ്ലിങ്ങളായ ഇത്ര മക്കൾ, അവർക്ക് ഇത്ര പേരെ കുട്ടികൾ, അവർക്ക് ഇത്ര പേരെ കുട്ടികൾ. അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങേക്ക് അഭിമാനമുള്ളവരാകാൻ എൻ്റെ മക്കളാണിത്, അത് പരലോകത്ത് പറയാൻ സാധിക്കുക എന്നത് ഖൈറായ കാര്യമാണ്. അതുകൊണ്ട് ഇന്നി മുകാഥിറും ബികുമുൽ ഉമം, നിങ്ങളെക്കൊണ്ട് ഞാൻ അന്ത്യനാളിൽ അഭിമാനം പറയുന്നതാണ്. ധാരാളം മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. കഴിഞ്ഞ ദർസിൽ പറഞ്ഞ പോലെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിൻ്റെ രാത്രികളിൽ സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന കാര്യം പറഞ്ഞപ്പോൾ വരെ അള്ളാഹു പറഞ്ഞു, വബ്തഗൂ മാ കതബല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് രേഖപ്പെടുത്തിയത് നിങ്ങളുടെ സ്ത്രീകളുടെ അരികിൽ സമീപിക്കുമ്പോൾ ആഗ്രഹിക്കുക, അന്വേഷിക്കുക. ചില പണ്ഡിതന്മാർ പറഞ്ഞേക്കണം, കുട്ടികളെ എപ്പോൾ ഭാര്യയുമായി ബന്ധത്തിലേർപ്പെടുമ്പോൾ മക്കളെ ലഭിക്കാൻ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, അതിനുള്ളിൽ ദുആ ചെയ്യുക, ആ ആഗ്രഹം നിലനിർത്തുക, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ കുട്ടികൾ ഉണ്ടാകുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കുക, കുട്ടികളുണ്ടാകുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നതിനൊപ്പം ഇന്ന് കാലത്ത് പറയാവുന്ന കാര്യങ്ങളിലൊന്നാണ്, ഇന്ന് പലപ്പോഴും പെൺകുട്ടികൾ കല്യാണം കഴിക്കുമ്പോൾ തന്നെയുള്ള ഷർത്ത് എന്താ, 5 കൊല്ലം എനിക്ക് പ്രസവിക്കാൻ പറ്റില്ല, കുട്ടികളെ പറ്റില്ല, എനിക്ക് കരിയർ ഉണ്ടാക്കേണ്ട, അതുണ്ടാക്കാൻ കല്യാണം മാറി നിൽക്കാൻ, മക്കൾ വേണം, കുട്ടികൾ വേണം. എത്ര നേരത്തെ ലഭിക്കുമോ അൽഹംദുലില്ലാ അത്രയും നന്ദി, എത്ര നേരത്തെ ലഭിക്കുമോ അത്രയും നന്ദി, അൽഹംദുലില്ലാ. ചില ആളുകൾ 30-35 വയസ്സായിട്ട് ഇനി കുട്ടികളാവാം എന്ന് വിചാരിച്ച് പ്ലാനിട്ട് ഇവൻ വിചാരിക്കുമ്പോൾ കുട്ടീനെ കിട്ടുമോ? അള്ളാഹുവിൻ്റെ അടുത്തല്ലേ ഇതുള്ളത്. മാത്രമല്ല, പ്രായം കൂടുന്നതിനനുസരിച്ച് കുട്ടി ഉണ്ടാകാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കും, കുട്ടികളുടെ എണ്ണം കുറയും. ഇതിനൊക്കെ പുറമെ ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങളെ ലഭിച്ചാൽ കുഞ്ഞുങ്ങളായിട്ടുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ നല്ലതായിരിക്കും. മാത്രമല്ല, നിങ്ങൾക്കൊരു പ്രായമാകുമ്പോഴത്തേക്കും മക്കൾക്ക് നല്ലൊരു പ്രായമായിട്ടുണ്ടാകും. അവരെ കൊണ്ടുള്ള ഫലങ്ങൾ കണ്ടു തുടങ്ങാനുള്ള പ്രായത്തിലായിരിക്കും നിങ്ങൾ മധ്യവയസ്കനോ മറ്റൊക്കെ ആവുന്നത്.
അവർ നിങ്ങളുടെ മുൻപിൽ അവരുടെ പൂർണ്ണ വളർച്ചയെത്തി അവരുടെ പേരമക്കളെ കാണുന്ന അവസ്ഥയിലേക്ക് ചിലപ്പോൾ, അല്ലെങ്കിൽ അവരുടെ പേരമക്കൾ വിവാഹം കഴിക്കുമ്പോഴേക്കും നിങ്ങൾ കല്യാണം കഴിക്കുന്നത്. പഴയ കാലത്തെ കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ, അല്ലേ? നമ്മൾ പലരുടെയും കുടുംബങ്ങളിൽ ചിലപ്പോൾ 5 തലമുറ ഉണ്ടായിരിക്കും. ഇനി അങ്ങോട്ട് അത് എത്രമാത്രം ഉണ്ടാകുമെന്നത് ആലോചിക്കേണ്ട കാര്യമാണ്. 5 തലമുറ, എത്രയോ കുടുംബങ്ങളുണ്ട്, 5, 6 ഉള്ള ആൾക്കാരുണ്ട്, അല്ലേ? മകള്, അവളുടെ ഉമ്മ, വല്യമ്മാൻ്റെ ഉമ്മ. നോക്കൂ, ജീവിതത്തിൽ എത്ര വലിയ ഖൈറാണ് അവർക്ക് ലഭിച്ചതെന്ന് നോക്കൂ. എത്രയോ മക്കളെ കാണാൻ സാധിച്ചു. താൻ ഉണ്ടാക്കി വെച്ചതാണിത്. സുബ്ഹാനല്ലാഹ്, ഇന്ന് മനുഷ്യർ ഈ ദുനിയാവിൻ്റെ പിറകിൽ ഓടുമ്പോൾ കുട്ടികളാണ് അവരുടെ വലിയ സ്വത്തുക്കളിൽ ഒന്ന് എന്ന് അവർ മറന്നുപോവാണ്. മക്കളുണ്ടാവുക എന്നുള്ളത് എന്തോ ഒരു നഷ്ടബോധം പോലെ. നമ്മുടെ എല്ലാ ജീവിതമൊക്കെ തകർന്നു, കരിയർ ഉണ്ടായില്ല, എനിക്ക് എൻ്റെ ഡ്രീംസ് നഷ്ടപ്പെട്ടു, എൻ്റെ സ്വപ്നങ്ങളില്ലാതെ എന്നാണ് ഇന്നത്തെ സ്ത്രീകൾ, ഇന്നത്തെ പുരുഷന്മാർ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിൻ്റെ ഏറ്റവും വലിയ കരിയർ നിൻ്റെ മകനാണ്, നിൻ്റെ മകളാണ്. നിനക്കുണ്ടാക്കി വെക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്വത്ത് അതാണ്. നിനക്കുണ്ടാക്കി വെക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ. അപ്പോൾ ഇത് മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളുള്ളത്. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കാൻ, കുട്ടികളെ പ്രസവിക്കാൻ തയ്യാറുള്ള ആഗ്രഹമുള്ള ഉമ്മമാരെ, നല്ല ഉമ്മമാരാകാൻ ലക്ഷ്യം വെക്കുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കുക. ഇന്ന് കാലത്ത് ഇത് പ്രത്യേകം പറയേണ്ടതാണ്. അതുപോലെ തന്നെ അൽ വദൂദ്, സ്നേഹമുള്ളവളായിരിക്കണം, സ്നേഹിക്കാൻ കഴിവുള്ളവളായിരിക്കണം. ഇതും ഒരു പരിധിവരെ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വഭാവമാണ്. അവളുടെ ഉമ്മ എങ്ങനെയാണ്, അവളുടെ ഉപ്പ എങ്ങനെയാണ്, അതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സ്നേഹത്തിൽ വളർത്തപ്പെട്ട പെൺകുട്ടി സ്നേഹമുള്ളവളായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ഹദീസ് നിങ്ങൾ കേട്ടല്ലോ, അതിൽ അൽ വദൂദ് എന്നത് അവിടുന്ന് സ്വഭാവമായി പറഞ്ഞിട്ടുണ്ട്. വദൂദ് എന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നത്, നന്നായി സ്നേഹിക്കുന്നത്. അള്ളാഹുവിൻ്റെ പേരുകളിലൊന്നാണ് അൽ വദൂദ്. അവൻ അങ്ങേയറ്റം സ്നേഹിക്കുന്ന അവൻ്റെ ഔലിയാക്കന്മാരെ. അള്ളാഹു ആകട്ടെ അവൻ്റെ ഔലിയാക്കന്മാരാൽ അവൻ്റെ ദാസന്മാരാൽ അങ്ങേയറ്റം സ്നേഹിക്കപ്പെടുന്നവനുമാണ്. അള്ളാഹുവിനെ കുറിച്ച് അവൻ്റെ നാമങ്ങൾ പറയുമ്പോൾ അത് അവൻ അള്ളാഹുവിനെ യോജിച്ച രൂപത്തിൽ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുക. സൃഷ്ടികളെക്കുറിച്ച് പറയുമ്പോൾ അത് അവരുടെ കുറവുകൾ പരിഗണിച്ചുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസാഉ ഖുറൈശിൻ ഖൈറു നിസാഇൻ റകിബ്നൽ ഇബൽ. ഖുറൈശി സ്ത്രീകളാണ് ഒട്ടകത്തിന് പുറത്ത് കയറിയ അറബി സ്ത്രീകളിൽ ഏറ്റവും നല്ല സ്ത്രീകൾ. എന്താണ് അവർ ഏറ്റവും നന്നാക്കിയത്, ഏറ്റവും നല്ല സ്ത്രീകളാക്കാനുള്ള കാരണം എന്താണ്? ഖുറൈശി പെണ്ണുങ്ങൾ അവർ ഏറ്റവും നല്ലവരാകാൻ കാരണം എന്താണ്? അതിന് കാരണമുണ്ട്. അഹ്നാഹു അലാ തിഫൽ വഅർആഹു അലാ സൗജിൻ ഫീ ദാതി യദിഹ്. തൻ്റെ മക്കളോട് അനുകമ്പയുള്ളവളാണ്, ഹനാനുള്ളവളാണ്. സ്നേഹവും അനുകമ്പയും പരിഗണനയും ചേർത്തുപിടിക്കലും കാരുണ്യവും, ഇതിനാണ് മാതാവിൻ്റെ ഏതെല്ലാം നല്ല സ്വഭാവങ്ങളും അടയാളങ്ങളുമുണ്ടോ അതാണ് ഹനാൻ. അഹ്നാഹു അല വലദെ, അഹ്നാഹു അല തിഫൽ, കുട്ടിയോട് ഏറ്റവും അനുകമ്പയുള്ളവളാണ്. എപ്പോൾ നോക്കിയാൽ കുട്ടികളെ ഒച്ചെടുത്ത്, എപ്പോൾ നോക്കിയാൽ കുട്ടികളടിച്ച്, എപ്പോൾ നോക്കിയാൽ ഇവരെക്കുറിച്ച് പരാതി പറഞ്ഞ് അവരുടെ ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളിലും എന്തൊരു ബുദ്ധിമുട്ടാണ് ഇവരെ കൊണ്ട്, എന്തൊരു ശല്യമാണിത്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയുന്ന പല വാക്കുകളുമുണ്ട്. ഇത് കുട്ടികളെ സ്വാധീനിക്കുന്നതാണ്, കുട്ടികളെ വല്ലാതെ സ്വാധീനിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് അധികമായി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. അഹ്നാഹു അല തിഫൽ വഅർആഹു അല സൗജിൻ ഫീ ദാതി യദിഹ്. തൻ്റെ ഭർത്താവിൻ്റെ കയ്യിലുള്ള സമ്പത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധയുള്ളവളാണ്, അത് നന്നായി പരിചരിക്കുന്നവളാണ്, അത് വെറുതെ നശിപ്പിച്ച് കളയുന്നവളല്ല. അതുകൊണ്ട് ചില ആളുകൾ മുൻഗാമികൾ ചില പറഞ്ഞതായി കാണാം, നല്ല ഒരു സാലിഹത്തായ സ്ത്രീയുടെ കയ്യിൽ നീ ഏൽപ്പിക്കുന്ന സ്വത്ത് നിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽപ്പെട്ടതാണ്, അത് വർദ്ധിക്കാനുള്ള വഴിയാണ് നീ അത് അവളുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ളത്. അല്ലാത്ത ആളുടെ കാര്യത്തിലാണെങ്കിലോ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് പോയത് എവിടെയാണെന്ന് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഒരു നല്ല സ്ത്രീയുടെ അടയാളങ്ങളിലൊന്നാണ് ഇത് ശ്രദ്ധിക്കുക. കുട്ടികളെങ്ങനെയാണ് വളർത്തുന്നത്, കുട്ടികളെങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്, ഇത് മിക്കവാറും ഉമ്മമാരിൽ നിന്നാണ് മക്കൾ പഠിച്ചെടുക്കുക. അപ്പോൾ ഉമ്മമാർ എങ്ങനെയാണെന്ന് നോക്കിയാൽ ഏറെക്കുറെ ഇത് മനസ്സിലാവും. ചില കുടുംബങ്ങൾ നല്ല സ്നേഹത്തിന് അറിയപ്പെട്ട കുടുംബങ്ങളുണ്ടാവും, അവരുടെ അടുക്കൽ നിന്ന് അവരുടെ പെൺമക്കളെ വിവാഹം ആലോചിക്കുക. അതുപോലെ തന്നെ വിവാഹം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങളിലൊന്നാണ് അവൾ കന്യകയാവുക എന്നത്. ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ലാത്ത പെൺകുട്ടി, ആദ്യമായി വിവാഹം കഴിക്കുന്ന പെൺകുട്ടി വിവാഹം കഴിച്ച് ചെറുപ്പക്കാരി വിവാഹം കഴിക്കാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ ബിൻ അബ്ദുല്ലയുടെ മനോഹരമായ ഹദീസുണ്ട്. ജാബിർ ബിൻ അബ്ദുല്ലയുടെ ഹദീസുകൾ റളിയല്ലാഹു അൻഹുമ ഹദീസുകൾ പരിശോധിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ജാബിറിനോടുള്ള സ്നേഹം
പലപ്പോഴും പ്രകടമാവുന്ന ഹദീസുകൾ കാണാം. അവിടുന്ന് ജാബിറിനെ അങ്ങേറ്റം സ്നേഹിച്ചിരുന്നു റളിയല്ലാഹു അൻഹു. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ ഒരു യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒട്ടകത്തിൻ്റെ കാലിന് അദ്ദേഹം വളരെ പിറകിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനും പിറകിലായിരുന്നു. അവിടുന്ന് തൻ്റെ സൈന്യത്തിൻ്റെ പിറകിലാണ് ചിലപ്പോൾ യാത്ര ചെയ്തിരുന്നത്. അവരിൽ ആർക്കെങ്കിലും ഉപദ്രവങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായാൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിറിൻ്റെ ഒട്ടകം അതിന് കാലിന് പ്രയാസമുണ്ടായിരുന്നു. അവിടുന്ന് അത് ശരിയാക്കി അവിടുത്തെ വടി കൊണ്ട് അതിൻ്റെ ഒട്ടകത്തിൻ്റെ കാല് പിടിച്ചു വലിച്ചു. അത് എന്നിട്ട് ജാബിറിനോട് യാത്രക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, തസവ്വജ്ത, ജാബിർ വിവാഹം കഴിച്ചോ എന്ന് ചോദിച്ചു. ഇന്ന് ആൾക്കാർ ചിലപ്പോൾ എന്തോ ഒരു ദേഷ്യം പിടിപ്പിക്കുന്ന ചോദ്യമായി കാണുന്ന കാര്യമാണ്. കണ്ടാലെപ്പോൾ നോക്കിയാൽ ചില അമ്മാവന്മാർ ചോദ്യം ചെയ്യും, കല്യാണം കഴിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിലധികം ഹദീസുകൾ പലരോട് ചോദിച്ചത് കാണാം. നീ വിവാഹം കഴിച്ചോ? തസവ്വജ്ത, നീ വിവാഹം കഴിച്ചോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതേ വിവാഹം കഴിച്ചിട്ടുണ്ട് നബിയെ, കല്യാണം കഴിച്ചു. ബിഖ്റൻ അം സയ്യിബൻ, കന്യകയാണോ വിവാഹം കഴിച്ചത് അല്ല വിധവയാണോ? അപ്പോൾ ജാബിർ പറഞ്ഞു, ബൽ സയ്യിബൻ, വിധവയാണ് വിവാഹം കഴിച്ചത്. ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് മരണപ്പെടുമ്പോൾ മുൻപ് അദ്ദേഹത്തോട് വസിയത്ത് ചെയ്തിരുന്നു. കടങ്ങളുണ്ടായിരുന്നു, ധാരാളം കടമുണ്ടായിരുന്നു. ധാരാളം അനിയത്തിമാരെ പെങ്ങന്മാരെ ബാക്കി വെച്ചുകൊണ്ടാണ്, ചെറിയ കുട്ടികളെ ബാക്കി വെച്ചുകൊണ്ടാണ് ജാബിറിൻ്റെ പിതാവ് മരണപ്പെടുന്നത് റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു വിധവയാണ് വിവാഹം കഴിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫലാ ജാരിയതൻ, എനിക്ക് ചെറിയ പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൂടായിരുന്നോ? തുലാഇബുഹ വ തുലാഇബുക, നിനക്ക് അവളുമായി കളി പറഞ്ഞിരിക്കാം, അവൾക്ക് നീയുമായും കളി പറഞ്ഞിരിക്കാം. അപ്പോൾ ഒരു ബിഖർ, ഒരു ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് കൊണ്ടുള്ള ഖൈറുകളിൽപ്പെട്ടതാണ്. വിവാഹം മനോഹരമായിരിക്കും. മുൻപ് ദർശകൾ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് കാലത്ത് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള മോശമായ കാര്യങ്ങളിലൊന്നാണ് കുറേ പ്രായമായിട്ട് കല്യാണം കഴിക്കാറുണ്ട്. കുറേ പ്രായമായി ജീവിതത്തിൽ കുറേ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് തലവേദനകളൊക്കെ ആയി, എന്നിട്ട് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഗൗരവത്തിലിരിക്കുന്ന വിവാഹം, അതുകൊണ്ടുണ്ടാവുന്ന സന്തോഷം എന്താണ്? അതേസമയം ഉത്തരവാദിത്തങ്ങളുടെ ഭാരങ്ങൾ കൂടുന്നതിന് മുൻപ് വിവാഹം കഴിക്കുകയും ജീവിതത്തിലെ നല്ല കുറച്ച് നിമിഷങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളത് എത്ര ഖൈറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുലാഇബുഹ വ തുലാഇബുക, നിനക്ക് അവളുമായി കളി പറഞ്ഞിരിക്കാം, അവൾക്ക് നീയുമായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സഹോദരിമാരുണ്ട്, അവരുടെ കാര്യം ശ്രദ്ധിക്കാൻ ഒരു വിധവയായ പെൺകുട്ടിയാണ് നല്ലത് എന്നതുകൊണ്ടാണ് ഞാൻ വിവാഹം കഴിച്ചത്. ഈ ഹദീസ് ചില പണ്ഡിതന്മാർ പറഞ്ഞു കന്യകയെ വിവാഹം കഴിക്കുന്നതാണ് നല്ലത് എന്നതിന് തെളിവാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസവ്വജു അൽ അബ്കാർ, നിങ്ങൾ കന്യകമാരെ വിവാഹം കഴിക്കുക. ഫഇന്നഹുന്ന അദബു അഫ്വാഹൻ വഅൻതഖു അർഹാമൻ വറള ബിൽ യസീർ, അവർ നല്ല സംസാരമുള്ളവളായിരിക്കും, അതുപോലെ തന്നെ പ്രസവിക്കാൻ കൂടുതൽ സാധ്യതയുള്ളവളാണ്, അതുപോലെ കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കുന്നവളാണ്. ചെറിയ പ്രായത്തിൽ വിവാഹം കഴിക്കുന്നത്. ഇതുപോലെ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളിലൊന്നാണ് കുഫു എന്നത്. വിവാഹം കഴിക്കുമ്പോൾ വളരെ വിചിത്രമായ, അതായത് ഒരാൾ ജീവിക്കുന്ന സംസ്കാരത്തിൽ നിന്ന് ഏറെ വിചിത്രമായ മറ്റൊരു സംസ്കാരത്തിൽ പോയി വിവാഹം കഴിക്കുമ്പോൾ ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ കുഫു ശ്രദ്ധിക്കാവുന്നതാണ്. സംസ്കാരങ്ങളിൽ ചില നാടുകളിൽ ഭർത്താവിനെ വിളിക്കേണ്ടത് പ്രത്യേക പ്രയോഗങ്ങളുണ്ടായിരിക്കും. വേറൊരു നാട്ടിൽ ചിലപ്പോൾ അത് വളരെ മോശം പ്രയോഗമായിരിക്കും. അല്ലെങ്കിൽ വേറൊരു നാട്ടിൽ വിളിക്കുന്ന പ്രയോഗം ചിലപ്പോൾ ഒരു നാട്ടിൽ വളരെ മോശമായി പറയുന്ന രീതിയായിരിക്കും. അപ്പോൾ സംസ്കാരങ്ങളുടെ വ്യത്യാസങ്ങൾ പരിഗണിക്കുന്നത് നല്ലതാണ് വിവാഹത്തിന്, പിന്നീട് പ്രയാസമുണ്ടാകാതിരിക്കാൻ വേണ്ടി. അതല്ലെങ്കിൽ ചില നാടുകളിലുള്ള ശൈലികൾ മറ്റു ചില നാടുകളിൽ ചിലപ്പോൾ മോശമായി കരുതപ്പെടുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഭാര്യയും ഭർത്താവ് വിവാഹം കഴിക്കുമ്പോൾ കുഫു ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ തറവാടിൻ്റെ കാര്യം, ഈ പറഞ്ഞതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ദീനിന് മുൻഗണന നൽകാൻ സാധിച്ചതിന് ശേഷമാണ് ഇതെല്ലാം പരിഗണിക്കേണ്ടത്. ഒരു പെൺകുട്ടി അത്ര ദീനുള്ള പെൺകുട്ടിയെ ലഭിക്കാൻ ചിലപ്പോൾ അവൾക്ക് മറ്റു ചില കാര്യങ്ങൾ കുറവുണ്ട് എങ്കിൽ അവളെ നീ സ്വീകരിക്കാൻ, ദീനുള്ളവളെ സ്വീകരിക്കാൻ. അതുപോലെ തന്നെ ഭംഗിയിൽ കുഫുണ്ട്, രണ്ടുപേർക്കും യോജിപ്പുള്ള ഭംഗിയാണ്. എൻ്റെ ഉസ്താദ്മാരിൽ ഒരാൾ പറഞ്ഞതുപോലെ, അത് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ വാപ്പ കല്യാണം ആലോചിക്കാൻ കൊണ്ടുപോവാണ്. അപ്പോൾ വാപ്പ പറഞ്ഞു, കല്യാണത്തിന് ആലോചിക്കാൻ പോണേ മുന്നേ നീ ഒന്ന് കണ്ണാടി പോയി കുറച്ച് നേരം നിൽക്കണം,
അത് നോക്കി അവനവൻ്റെ മുഖമൊക്കെ ഒന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം ആലോചിക്കാൻ വരാൻ. കാരണം നിൻ്റെ ഭംഗിക്ക് അനുയോജ്യമായ ഭാര്യയെ എടുക്കുക. മാത്രമല്ല നാട്ടിലെ ഏറ്റവും സുന്ദരിയെ വിവാഹം കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ നടക്കരുത്. അത് ചിലപ്പോൾ നിനക്ക് പ്രയാസമാകും. കാരണം സൗന്ദര്യം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നിനക്ക് സാധാരണയായി. അതുകൊണ്ട് ചില മുൻഗാമിൽ ചില പറഞ്ഞതായി കാണുന്നത് ഏറ്റവും ഭംഗിയുള്ളവളെ വിവാഹം കഴിക്കുക എന്നുള്ളത് ചില പ്രയാസമുണ്ടാക്കും. പിന്നെ ഇവളെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കുക എന്നുള്ളത് നിൻ്റെ ഒരു ജോലിയായി മാറും. നിന്നെ സംബന്ധിച്ചിടത്തോളം ആകട്ടെ ആ ഭംഗി സാധാരണമാകും. എത്ര വലിയ ഭംഗിയാണെങ്കിൽ ദുനിയാവിലെ ഭംഗിയെല്ലാം എന്ത് ചെയ്യും, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ അത് സാധാരണമാകും. ദുനിയാവിലെല്ലാം അങ്ങനെ തന്നെ. സ്വർഗത്തിലോ, സ്വർഗത്തിൽ ഓരോ ആഴ്ചയിലും ഭംഗി വർദ്ധിക്കുന്നതാണ്. ഓരോ ആഴ്ചയിലും നമ്മുടെ ഹദീസിൽ വന്നതുപോലെ സ്വർഗ്ഗക്കാർ വെള്ളിയാഴ്ചകളിലാണ് അവരുടെ അങ്ങാടി കൂടുന്നത്. അപ്പോൾ സ്വർഗത്തിലുള്ളവർ അവരുടെ വീടുകളിൽ നിന്ന് അങ്ങാടികളിലേക്ക് പോകും. അങ്ങാടിയിൽ പോയി തിരിച്ചു വന്നാൽ വാതിൽ മുട്ടിയാൽ അവരുടെ വീട്ടുകാർ വാതിൽ തുറന്നാൽ അവർ പറയും വല്ലാഹി ലഖദ് ഇസ്ദദ്തും ഹുസ്നൻ വജമാലൻ. വീട്ടുകാർ പറയും നിങ്ങൾക്ക് പോയതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ ഭംഗി കൂടിയിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ഭംഗിയും നിങ്ങളുടെ സൗന്ദര്യവും ഒക്കെ അധികരിച്ചിട്ടുണ്ടല്ലോ. അവർ പറയും നിങ്ങളുടെ ഭംഗി വർദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ അവസാനമില്ലാതെ അവരുടെ ഭംഗി വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. ജമീലായ റബ്ബ്, അവസാനമില്ലാത്ത ഭംഗിയുള്ളവനായ റബ്ബ്, അവൻ അവർക്ക് ഭംഗി അധികരിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. സ്വർഗത്തിൽ അള്ളാഹു നമ്മെ അതിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ, നരകത്തിൽ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ ഭംഗി അധികരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ കുഫ് നോക്കിയതിൽ ഓരോരുത്തർക്കും അനുയോജ്യരാണോ എന്ന് നോക്കുക. അത് നല്ല കാര്യങ്ങളിൽപ്പെട്ടതാണ്. ചിലർ പറഞ്ഞതായി കാണാം ലാ തൻകിഹു മിനൻ നിസാഇ സിത്ത, സ്ത്രീകളിൽ 6 സ്വഭാവമുള്ളവരെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. ഇത് പല കിതാബുകളിലും എണ്ണപ്പെട്ട കാര്യങ്ങളാണ്. അവർ പറഞ്ഞു അന്നാന, എപ്പോഴും പ്രയാസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇന്നത്തെ ഭാഷയിൽ ആളുകൾ ദുരന്തം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയും. ഇങ്ങനെ ദുരിതം പറഞ്ഞുകൊണ്ടേയിരിക്കുക, അവിടെ പ്രയാസം, ഇവിടെ പ്രയാസം, ഇത് ബുദ്ധിമുട്ട്. വീട്ടിലേക്ക് കയറി വന്നാൽ വീട്ടിൽ അങ്ങനെ പ്രശ്നമുണ്ട്, ഇങ്ങനെ പ്രശ്നം, കുട്ടികൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഈ സ്വഭാവം ഇതിപ്പോൾ വിവാഹം കഴിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് നന്നാക്കാവുന്ന കാര്യങ്ങളിലൊന്നാണ്. ഈ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. വീട്ടിലേക്ക് ഭർത്താവ് കയറി വരുമ്പോൾ ഒരിക്കലും പ്രയാസകരമായ കാര്യങ്ങൾ കൊണ്ട് അയാളെ സ്വീകരിക്കരുത്. നല്ല വാക്കുകൾ കൊണ്ട് സ്വീകരിക്കുക, നല്ല വാർത്തകൾ അറിയിക്കുക. സന്തോഷ വാർത്ത അറിയിക്കുക എന്നുള്ള മൊത്തത്തിൽ മുസ്ലിങ്ങൾ തമ്മിൽ ചെയ്യാൻ പറഞ്ഞ നന്മകളിലൊന്നാണ് സന്തോഷ വാർത്ത അറിയിക്കുക എന്നുള്ളത്. ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് പുണ്യം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ നിൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിലോ നിൻ്റെ ഭാര്യയുടെ കാര്യത്തിലോ, പ്രത്യേകിച്ച് ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ ജോലിയെടുത്ത് പല വർത്തമാനം കേട്ട് അങ്ങാടിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ച് ഇതൊക്കെ കേട്ടിട്ട് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വരെ അവിടെ ഇത് പൊളിഞ്ഞെടുക്കുകയാണ്, ഇവിടെ ഇതിങ്ങനെയാണ്, ഇതിങ്ങനെ ശരിയാക്കിയിട്ടില്ല, ആ സാധനം ഇല്ല, ഈ സാധനം കുറവാണ് എന്ന് പറഞ്ഞു തുടങ്ങിയാൽ അത് ബന്ധത്തെ പ്രയാസത്തിലേക്കാക്കും. അള്ളാഹുവിൻ്റെ ആയത്ത് നിങ്ങൾ രണ്ടുപേരും ഓർക്കുക, ലിതസ്കുനു ഇലൈഹ, അവളിൽ സമാധാനം കണ്ടെത്തുക എന്നത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യം അതാണ് അന്നാന, എപ്പോഴും പരാതി പറയുക എന്നുള്ളത് അവളുടെ സ്വഭാവമാകാൻ പാടില്ല. 2 മന്നാന, ഭർത്താവിനോട് ചെയ്ത നന്മകൾ എടുത്തു പറയുന്നവളാകരുത്. അത് തിരിച്ചും പാലിക്കാവുന്ന കാര്യമാണ്. ചെയ്ത നന്മകൾ എടുത്തെടുത്ത് പറയാം എന്നുള്ള സ്വഭാവമുണ്ടാകും. ഇന്ന് കാലഘട്ടത്തിൽ ഈ സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നാണ്. വല്ലാഹി ഈ പ്രശ്നം ചില സ്ത്രീകൾ നമ്മൾ നേരിട്ട് കാണാറുണ്ട്. എന്തിനധികം മറ്റുള്ള ആണുങ്ങളും മറ്റുള്ള കുടുംബക്കാരൊക്കെ നിൽക്കുമ്പോൾ ജോലിയുള്ള സ്ത്രീ പറയും ഞാൻ ഇത്ര കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇത്ര പൈസ എൻ്റെ ശമ്പളത്തിൽ നിന്ന് എല്ലാ ആഴ്ചയും കൊടുക്കുന്നുണ്ട്, എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. ജീവിതത്തെ വലിയ പ്രയാസത്തിലാക്കുന്ന കാര്യം. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ജോലി എടുക്കുക എന്നത് അവളുടെ അടിസ്ഥാനപരമായ സ്വഭാവമല്ല. സഹാബി വനിതകൾ വീട് നോക്കുക, മക്കളെ നോക്കുക എന്നതൊരിക്കലും മോശമായ കാര്യമല്ല. അതൊരു വലിയ ജോലിയാണ്, അതൊരു വലിയ കാര്യമാണ്. അടുത്ത തലമുറയെ നിങ്ങൾ സൃഷ്ടിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽപ്പെട്ടതാണ്. സ്ത്രീകൾ മന്നാനത്താകാനുള്ള കാരണം, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തു പറയാനുള്ള കാരണങ്ങളിൽ ഒന്ന് അവൾ ജോലി എടുക്കുന്ന സ്വഭാവത്തിലേക്ക് എത്താന്നുള്ളതാണ്. അവൾക്ക് വേണ്ടത് കൊടുക്കുക എന്നുള്ളത് നിൻ്റെ ബാധ്യതയാണ്, പുരുഷൻ്റെ ബാധ്യതയാണ്. അത് അവൻ ചെയ്തിരിക്കേണ്ടതുണ്ട്. അത് ചെയ്യുന്നവനെ എടുത്തു പറയാൻ പാടുണ്ടോ? അവൻ ചെയ്യേണ്ട വാജിബാണത്, അവൻ ചെയ്യേണ്ട നിർബന്ധമായ കാര്യമാണത്. ചെയ്തിട്ടില്ലേ അവൻ കുറ്റക്കാരനാണ്. നീ ഭക്ഷിക്കുന്നത് അവൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം, നീ ധരിക്കുന്നത് പോലുള്ള അവൾക്ക് ധരിക്കാൻ കൊടുക്കണം. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, അവൾക്കുമേൽ ബാധ്യതകളുള്ളതിന് സമാനമായി അവനുമേലും ബാധ്യതകളുണ്ട്. രണ്ടുപേർക്കും അങ്ങോട്ടോട് ബാധ്യതകളുണ്ട്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വലിരിജാലി അലൈഹിന്ന ദറജ,
പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേൽ കുടുംബത്തിൽ ഒരു പദവി അധികമുണ്ട്. എന്തുകൊണ്ടാണ് പദവി അധികമുള്ളത്? അവനാണ് ചിലവ് കൊടുക്കുന്നത്, അവനാണ് ഭൗതികമായ ചിലവ് ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു നൽകിയ പദവിയാണ്. അപ്പോൾ ഇത് സഹോദരങ്ങളെ ശ്രദ്ധിക്കാൻ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം ഹന്നാന. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ശരിയല്ലേ? ഹന്നാന എന്ന് പറഞ്ഞാൽ ചിലർ പറഞ്ഞു, ഉദാഹരണത്തിന് 2 വിവാഹം കഴിച്ച ഒരു സ്ത്രീയാണെങ്കിൽ, മരിച്ചുപോയ സ്ത്രീയോ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ തലാഖ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മരിച്ചുപോയ ഭർത്താവിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ തലാഖ് ചെയ്ത ഭർത്താവിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനാണ് ഹന്നാന എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു മോശമായ രൂപം ഈ വിവാഹത്തിന് മുൻപ് പ്രേമത്തിലും മറ്റും അകപ്പെട്ട സ്ത്രീകളുടെ കാര്യമാണ്. അത് ചിലപ്പോൾ പുരുഷന്മാർക്ക് സംഭവിക്കാറുള്ള ഏറ്റവും മോശമായ സ്വഭാവങ്ങളൊന്നാണ്. വിവാഹം കഴിഞ്ഞു, പിന്നെ ഇവളുടെ ചിന്ത അല്ലെങ്കിൽ ഇവൻ്റെ ചിന്ത പണ്ടത്തെ പ്രണയം എന്തായിരുന്നു, അതായിരുന്നു ഇത് എന്നിട്ട് ഇപ്പോഴത്തെ ജീവിതത്തെ ചെറുതായി കാണാം. വളരെ സലാമത്തിൽ ജീവിക്കുന്ന പലരുടെയും കുടുംബത്തെ തകർക്കുന്നത് ഈ ചിന്തയാണ്, ശൈത്താൻ കൊണ്ടുപോയിടുന്ന ഈ ചിന്തയാണ്. എന്നിട്ട് ഈ റീയൂണിയനുകൾ, ക്ലാസ്സുകൾ തമ്മിൽ, പഴയ ക്ലാസ്സുകൾ തമ്മിലൊക്കെ യോജിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ മനസ്സിൽ പഴയ ചിന്ത, ഇവളുടെ ചിലപ്പോൾ 70-60 വയസ്സായ ആൾക്കാർക്ക് വരെ ഈ പ്രശ്നം വരുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. വല്ലാഹി തമാശയെ പറഞ്ഞല്ല, കുടുംബങ്ങൾ 60-70 വയസ്സുള്ള ആൾക്കാരുടെ കുടുംബങ്ങൾ വരെ തകരുന്ന പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഈ ക്ലാസ് റീയൂണിയൻ എന്ന് പറഞ്ഞിട്ട് കൂടുക, എന്നിട്ട് പഴയ കാലത്തുള്ള ആലോചിക്കാൻ. അവരെങ്ങാനും പ്രണയിച്ച് വിവാഹം കഴിച്ചിരുന്നെങ്കിൽ 2 പേരും ചിലപ്പോൾ തെറ്റിപ്പിരിഞ്ഞ ആൾക്കാരായിരിക്കും. പക്ഷേ ശൈത്താൻ എൻ്റെ മനസ്സിൽ ഇട്ടുകൊടുക്കുകയാണ്, അവളെ കിട്ടിയില്ല, ഇവളെ കിട്ടിയില്ല. ഇത്രയും കാലം ജീവിച്ചിട്ടുണ്ട്, റാഹത്തെ ജീവിച്ചിട്ടുണ്ട്. ഉള്ള സലാമത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിൻ്റെ തിന്മകൾ കൊണ്ട് എടുത്തു കളയുന്നത് നീ എപ്പോഴും സൂക്ഷിക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവളെക്കുറിച്ച് ആലോചിക്കുക, അല്ലെങ്കിൽ അവനെക്കുറിച്ച് ആലോചിക്കുക. കുടുംബ ബന്ധത്തെ തകർത്ത് കളയുന്ന കാര്യമാണ്. അത് പരിപൂർണമായ ഹൃദയത്തിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എടുത്തു കളയാൻ, നിൻ്റെ ജീവിതത്തെ സമാധാനത്തിലാക്കുന്നതാണ്. അള്ളാഹു നൽകിയ നിഅമത്തിൽ നന്ദി പറയാം. നന്ദി പറയാതിരിക്കുന്നത് തകരാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഹദ്ദാഖ എന്നത് ചിലർ പറഞ്ഞു, എന്തെങ്കിലും കാര്യം കണ്ടാൽ അതിനോട് ആഗ്രഹം തോന്നിയാൽ അത് എങ്ങനെയെങ്കിലും വാങ്ങിച്ചേ തീരൂ എന്ന സ്വഭാവമുള്ള ആളുകൾ, ഭർത്താവിനോട് നിർബന്ധിക്കുക, അത്തരം സ്വഭാവമുള്ള, ഒരു നിലക്ക് പറഞ്ഞൊരു വാശി സ്വഭാവം കാണിക്കാൻ. അതുപോലെ തന്നെ ബറാഖ ചില വിശദീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, ഭക്ഷണം കഴിക്കാനിരുന്നാൽ ദേഷ്യം പിടിക്കുക, ഒറ്റയ്ക്ക് വരുന്ന തിന്നുക, ഇങ്ങനെയുള്ള സ്വഭാവം ഉണ്ടാകും. അതുപോലെ ഷിദ്ദാഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസാരം അധികരിപ്പിക്കുക എന്നുള്ളത്. പൊതുവെ ഈ പറഞ്ഞ സ്വഭാവങ്ങളിൽ ഏതാണ്ടെല്ലാം പുരുഷന്മാർക്ക് മോശമാണ്. പക്ഷേ പുരുഷന്മാരിൽ ഇത് പൊതുവെ ഉണ്ടാവാൻ പാടില്ല. അവരുടെ പൗരുഷം അതിൽ നിന്ന് അവരെ തടയേണ്ടതാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ പൗരുഷം നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഇതിൽ ചില സ്വഭാവങ്ങൾ പുരുഷന്മാർക്ക് വരെയുണ്ട്. അതൊരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം യോജിച്ചതല്ല ഇത്തരം സ്വഭാവങ്ങൾ. ഷിദ്ദാഖ എന്ന് പറഞ്ഞാൽ സംസാരം അധികരിപ്പിക്കുക, പ്രത്യേകിച്ച് ആവശ്യമില്ലാത്ത വർത്തമാനം ചറപറ സംസാരിക്കുക എന്ന് പറയില്ല നമ്മൾ, അതിനാണ് ഷിദ്ദാഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞു, ദീന് നോക്കണം, ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ സഹോദരങ്ങളെ, ഇത് സഹാബത്തിൻ്റെ കാലമല്ല, ഇത് താബിഈങ്ങളുടെ കാലമല്ല. എന്തിന് 100 വർഷം മുൻപുള്ള മുസ്ലിമീങ്ങളുടെ അവസ്ഥയിൽ പോലുമല്ല ഇന്നുള്ളത്. അതുകൊണ്ട് ഓരോ കാലഘട്ടത്തെയും അതിൻ്റെ അവസ്ഥക്കനുസരിച്ച് പരിഗണിക്കുക. വിവാഹാലോചിക്കുമ്പോൾ ചില വിവാഹാലോചനകളുടെ ഇത് കാണാറുണ്ട്. ഈ അടുത്ത് കണ്ടത്, ഒരു വിവാഹാലോചിക്കാൻ, അപ്പോൾ സമ്പത്തുള്ള, ഭംഗിയുള്ള, പിന്നെ ദുനിയാവിൽ ഇത്ര പഠിച്ചിട്ടുള്ള, ദീൻ ഇത്ര പഠിച്ചിട്ടുള്ള, 2 പഠിക്കണം. സുന്നത്തായ കാര്യങ്ങൾ ഇത്ര ചെയ്യുന്ന, രാത്രിയിൽ ഇത്ര നിസ്കരിക്കുന്ന, സഹാബികളെ പോലെ ദീൻ പഠിക്കാൻ താല്പര്യമുള്ള, നിങ്ങൾ വിവാഹം കഴിക്കാതിരിക്കാനെല്ലാം പറഞ്ഞ് നിർത്തിയിട്ടുണ്ടാവില്ല. വിവാഹം ഒരിക്കലും നടക്കില്ല. ചിലർ പറഞ്ഞതുപോലെ, ഇത് അറത്ത ഫാത്തിമ ഫകുൻ അലിയൻ, നിനക്ക് ഫാത്തിമയെ തന്നെ കിട്ടണമെങ്കിൽ നീ അലിയാവണം, നീ അലിയല്ല എന്ന് നിനക്കറിയാം, പിന്നെ നീ എന്തിനാണ് ഫാത്തിമയെ അന്വേഷിച്ച് നടക്കുന്നത്? വിവാഹം ആലോചിക്കുമ്പോൾ യാഥാർത്ഥ്യബോധമുള്ളവരാകാൻ. ചില സമയത്ത് വിവാഹാലേക്കാർക്കും ഒരു ലിസ്റ്റ് ഷർത്തുണ്ടാവും, ഇത്ര കാര്യങ്ങളാണ്. ഇതിങ്ങനെ കുറഞ്ഞു വന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയുള്ള അവസ്ഥയിലാവും. അപ്പോൾ സമയം വെറുതെ നഷ്ടപ്പെടുത്താതിരിക്കും. ഇത് ഞാൻ തമാശയായി പറഞ്ഞത്, പല കുട്ടികളെ ഇത് അപകടത്തിലാക്കുന്നതുകൊണ്ട് പറഞ്ഞതാണ്. ഇങ്ങനെ ചെയ്യരുത്. നമ്മുടെ നാട്ടിലെന്താ അവസ്ഥ?
അവിടെയുള്ള കുട്ടികളിൽ പെൺകുട്ടികൾ നല്ലൊരു കുട്ടിയുടെ അടയാളം എന്താണ്? 5 നേരം നിസ്കരിക്കുകയും ഹിജാബ് പാലിക്കുകയും വീട്ടിൽ നിന്ന് അധികമായി പുറത്തിറങ്ങാതിരിക്കുകയും ധാരാളം ഒന്നും പോയി പഠിക്കുകയും ചെയ്യാത്തൊരു പെൺകുട്ടിയെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഇന്നത്തെ കാലത്ത് നാട്ടിൽ വലിയ കിട്ടലാണ്. അതിൽ കിട്ടാനില്ല. ആലോചിക്കുമ്പോൾ അന്യ പുരുഷന്മാരുമായിട്ട് സംസാരിക്കുക, അതൊന്നും ചെയ്യാത്ത പെൺകുട്ടികൾ കിട്ടാനില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് നാടുള്ളത്. അപ്പം നീ അവിടെ പോയിട്ട് ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റി അന്വേഷിച്ച് നടന്ന് ഇന്നൊരു വിവാഹം നടക്കില്ല, കുറേ നീണ്ടുപോകും. അപ്പോൾ ഇതൊരു പലപ്പോഴും ശ്രദ്ധിക്കാവുന്ന, ഇന്നത്തെ പെൺകുട്ടികൾ ശ്രദ്ധിക്കാവുന്ന 5 നേരം നിസ്കരിക്കുക. രാത്രി നിസ്കാരം ഉണ്ടെങ്കിൽ അത് എന്താ പറയുക, അത്രയും വലിയ പ്ലസ് പോയിൻ്റാണ്. അതോടൊപ്പം ഹിജാബ് ധരിക്കുക, വീട്ടിൽ നിന്ന് അധികമായി പുറത്തിറങ്ങാതിരിക്കുക. ഇത് ഇന്നത്തെ കുട്ടികൾ കിട്ടാവുന്ന വലിയൊരു കാര്യമാണ് പെൺകുട്ടികൾ അന്വേഷിക്കുന്ന സമയത്ത്. അപ്പോൾ അതിൽ കൂടുതൽ വല്ലാതെ നിബന്ധനകൾ വെച്ച് അവൻ്റെ ഭംഗിയെ പോലും പരിഗണിക്കാതെ ഇത്ര ഭംഗിയുള്ള സ്ത്രീയെ കിട്ടിയാലേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ, ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയാൽ വിവാഹം നടക്കുകയില്ല എന്ന് മാത്രമല്ല, അത് ചിലപ്പോൾ ഈ പ്രായത്തിൻ്റെ പ്രശ്നമായിരിക്കും. കുറച്ച് കാലം കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തന്നെ നാണം തോന്നും, എന്തൊക്കെയാണ് ഞാൻ അന്ന് ചെയ്തു കൂട്ടിയത് എന്ന് ചില ആളുകൾക്കെങ്കിലും പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ആലോചിച്ചാൽ തോന്നും. ആ അബദ്ധം വരുത്തി വെക്കാതിരിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നോക്കൂ നിങ്ങൾ. സതകൂനു ഫിതൻ അൽ ഖാഇദു ഫീഹ ഖൈറു മിനൽ ഖായിം. ചില ഫിത്നകൾ ഉണ്ടാകും. ആ ഫിത്നകൾ സംഭവിച്ചാൽ അതിൽ നിൽക്കുന്നവനേക്കാൾ നല്ലത് ഇരിക്കുന്നവനാണ്. ഫിത്നയിൽ അവൻ ഇരിക്കുന്നുണ്ട്, പക്ഷേ ആ ഫിത്ന അവനെ കുറച്ചേ ബാധിച്ചിട്ടുള്ളൂ. എങ്കിൽ അവനാണ് അതിനേക്കാൾ കൂടുതൽ ബാധിച്ചവനേക്കാൾ ഖൈർ, ആപേക്ഷികമായി ഇവനാണ് ഖൈർ. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഈ കാലഘട്ടത്തിൽ ഫിത്നകൾ കടുത്ത രൂപത്തിൽ ബാധിച്ചൊരു കാലമാണിത്. പെൺകുട്ടികൾ, സുബ്ഹാനല്ലാഹ്, ചെറിയ പെൺകുട്ടികൾ, 6 വയസ്സുള്ള 7 വയസ്സുള്ള കുട്ടികളുടെ മനസ്സിൽ വരെ ഇന്ന് ഈ ഫെമിനിസ്റ്റ് ഐഡിയോളജികളുണ്ട്. നമുക്ക് കുട്ടികളെ സംസാരിക്കുമ്പോൾ മനസ്സിലാവും. ഞാനിത് വെറുതെ പറയുന്നതല്ല, ചെറിയ കുട്ടികൾ വരെ ഇതുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അല്ലാഹുവിനോട് അടുപ്പമുള്ള, ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ അൽഹംദുലില്ലാഹ് ഖൈർ. നിൻ്റെ മറ്റ് കാര്യങ്ങൾ നിനക്ക് യോജിക്കാവുന്ന രൂപത്തിലാണ്, അൽഹംദുലില്ലാഹ്. ശരി, ഇത്രയും പറഞ്ഞു. ആരോടാണ് വിവാഹം ആലോചിക്കേണ്ടത്? ആലോചിക്കേണ്ടത് വലിയനോടാണ്. നിനക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമായാൽ പെൺകുട്ടിയോട് പോയിട്ടല്ല ചോദിക്കല്. നിനക്ക് പെൺകുട്ടിയെ ഇഷ്ടമായാൽ വലിയനോടാണ് പോയി ചോദിക്കേണ്ടത്. അവളുടെ രക്ഷാധികാരിയോടാണ് പോയി ചോദിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ വിവാഹം ആലോചിച്ചാരോടാണ്? അബൂബക്കർ സിദ്ദീഖിനോടാണ്. ഹഫ്സയെ വിവാഹം ആലോചിച്ചാരോടാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഹഫ്സ അവരുടെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഹഫ്സയെ വിവാഹം കഴിപ്പിച്ചു തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുറച്ച് ദിവസം കഴിഞ്ഞ് പറയാം. 2 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ വിവാഹം കഴിക്കേണ്ട എന്നാണ് ഞാൻ തീരുമാനിക്കുന്നത്, വിവാഹം വേണ്ട ഇപ്പോൾ. പിന്നീട് അബൂബക്കർ സിദ്ദീഖിൻ്റെ അരികിൽ ചെന്നു റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് പറഞ്ഞു, ഹഫ്സയെ വിവാഹം കഴിപ്പിച്ചു തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, സാലിഹീങ്ങളായ ആളുകളുടെ അരികിൽ തൻ്റെ മകൾ, അവൾ വിവാഹപ്രായമായിട്ടുണ്ട്, അവൾ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്നത് നല്ല കാര്യങ്ങൾ പെട്ടത്. ഇപ്പോൾ പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്. അബൂബക്കർ സിദ്ദീഖ് ഒന്നും പറഞ്ഞില്ല, ഒരു മറുപടിയും പറഞ്ഞില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് അദ്ദേഹം പറയുന്നത്, എനിക്ക് ഉസ്മാനിൻ്റെ പ്രതികരണത്തെക്കാൾ പ്രയാസമുണ്ടാക്കിയത് അബൂബക്കർ സിദ്ദീഖിൻ്റെ പ്രതികരണമായിരുന്നു. ഒന്നും പറഞ്ഞില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹാലോചന വന്നു. അവിടുന്ന് വിവാഹം ആലോചിച്ചു ഹഫ്സ റളിയല്ലാഹു അൻഹ. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് ഉമറിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊന്നും പ്രതികരിക്കാതിരുന്നപ്പോൾ താങ്കൾക്ക് വിഷമമായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സയെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ടാണ് ഞാനൊരു അക്ഷരം പറയാതിരുന്നത്. അവിടുത്തെ രഹസ്യമാകട്ടെ എനിക്ക് പരസ്യമാക്കാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ അവിടുന്ന് ആലോചിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് അബൂബക്കറിനെ അറിയാം, പക്ഷെ ഇത് രഹസ്യമാണ്, പക്ഷെ അത് പുറത്തു പറയാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞേക്കണം. അപ്പോൾ വലിയനോടാണ് വിവാഹം ആലോചിക്കേണ്ടത്, രക്ഷിതാവിനോടാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വിവാഹം ആലോചിക്കുന്നതിന് മുൻപ് അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബും ഫാത്തിമയും വിവാഹം ആലോചിച്ചിട്ടുണ്ട്. ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ അൻസാരികൾ ചിലർ പറഞ്ഞു, റസൂലുള്ളാഹിയുടെ മകൾ ഫാത്തിമയുണ്ടല്ലോ, അലി നിനക്കെന്തുകൊണ്ട് വിവാഹം ആലോചിച്ചുകൂടാ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് പോകാൻ ലജ്ജയുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പോയിട്ട് എങ്ങനെ ചോദിക്കും.
പിന്നെ ഞാൻ ആലോചിച്ചു, ഞാനും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയ ആളാണ് അലി ഇബ്നു അബി താലിബ്. ഇവിടുത്തെ വീട്ടിലാണ് വളർന്നത്. അബൂ താലിബിൻ്റെ മക്കൾ അതിൽ അലിയെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെടുത്ത് വളർത്തിയത്. അപ്പോൾ ആ ബന്ധം മുന്നിൽ വെച്ചുകൊണ്ട് അത് ഓർത്തുകൊണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്നു, സലാം പറഞ്ഞു. അവിടെ നിന്ന് ചോദിച്ചു, മാ ഹാജത്തു ഇബ്നു അബി താലിബ്, എന്താണ് അബൂ താലിബിൻ്റെ മകന് ആവശ്യമുള്ളത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഫാത്തിമ ബിൻത് റസൂലില്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, റസൂലുള്ളാഹിൻ്റെ മകൾ ഫാത്തിമ, അത്രയും പറഞ്ഞോളൂ. ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ വാക്ക് പ്രയോഗിക്കുക എന്നുള്ളത് ലജ്ജയുണ്ടാക്കുന്ന കാര്യമാണ്, അത് മര്യാദയിൽപ്പെട്ടതല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മർഹബൻ വ അഹ്ലൻ, മർഹബൻ സ്വാഗതം, വ അഹ്ലൻ അറബിയിൽ പറയുന്നത് കേൾക്കാൻ, അഹ്ലൻ വ സഹ്ലൻ. അഹ്ലൻ വ സഹ്ലൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിവിടെ നിങ്ങളോട് സ്നേഹമുള്ള ഒരു കുടുംബത്തെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. സഹ്ലൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിവിടെ സന്തോഷത്തോടെയും എളുപ്പത്തോടെയും ഇരിക്കാനൊരു സ്ഥലവും നിങ്ങൾക്ക്, അഹ്ലൻ വ സഹ്ലൻ എന്നതിൻ്റെ അർത്ഥം. അഹ്ലൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്വീകരിക്കുന്നൊരു കുടുംബം ഇതാ, സഹ്ലൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലം ഇതാ. അവിടുന്ന് പറഞ്ഞു മർഹബൻ വ അഹ്ലൻ, സ്വാഗതം, വ അഹ്ലൻ. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, അവിടുന്ന് വേറെ ഒന്നും കൂടുതൽ പറഞ്ഞില്ല. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അൻസാരികൾ കാത്തു നിൽക്കുന്നുണ്ട്. അവർ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? അലി ഇബ്നു അബി താലിബ് പറഞ്ഞു, മാ അദ്രി വലാകിന്നഹു ഖാല ലി മർഹബൻ വ അഹ്ലൻ, എനിക്കറിയില്ല, അവിടുന്ന് പറഞ്ഞു മർഹബൻ വ അഹ്ലൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അൻസാരികൾ അവർ പറഞ്ഞു, യക്ഫീക മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്ദാഹുമാ, അവിടുന്ന് മർഹബൻ വ അഹ്ലൻ എന്ന് പറഞ്ഞില്ലേ, അതിലേതെങ്കിലും ഒന്ന് റസൂൽ പറഞ്ഞാൽ തന്നെ നിനക്ക് മതിയായതാണ്. അഅതാക്കൽ അഹ്ല വ അഅതാക്കൽ മർഹബ്, നിനക്ക് സ്വാഗതവും തന്നു, നിനക്ക് കുടുംബത്തെയും തന്നിരിക്കുന്നു, എന്തിനാണ് പേടിക്കുന്നത്? മുഷ്കിൽ അസാറിൽ തഹാവി ഉദ്ധരിച്ച അസാറാണിത്. ഷെയ്ഖ് അൽബാനി അദ്ദേഹം ആദാബു സിഫാഹിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്ത്രീയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ. ഇത് പറയുമ്പോൾ ഇവിടെ വിവാഹം കഴിച്ച ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. വിവാഹം കഴിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം, സഹോദരങ്ങളെ, അള്ളാഹു നിനക്ക് ഖദ്റാക്കിയതിൽ നീ തൃപ്തിയുള്ളവനായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ അങ്ങനെ ചെയ്തില്ല, ഞാൻ ഇങ്ങനെ ചെയ്തില്ല, ഞാൻ ഇത് ചെയ്തിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കരുത്. സൂചനയായി പോലും നിൻ്റെ ഭാര്യയോട് നീ അത് പറയരുത്. അതിൽ ഭർത്താവിനോട് തിരിച്ചു പറയരുത്, അന്ന് എത്ര ആലോചന വന്നിരുന്നു എന്ന് പറയരുത്. അത് സൂചനയായി പോലും പറയരുത്. തമാശ പറയുന്നതിനെ കുറിച്ചല്ല, മറിച്ച് കാര്യത്തിൽ ഒരിക്കലും ആ വാക്ക് ഉപയോഗിക്കരുത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പാടുന്നത് വാക്ക്. അപ്പോൾ അള്ളാഹു നിനക്ക് ഖദ്റാക്കിയതിൽ നീ തൃപ്തിയുള്ളവനാവുക. അള്ളാഹു നിനക്ക് വിധിച്ചതാണിത്. നീ എന്തെല്ലാം നബി പറഞ്ഞില്ലേ, ഫഇന്ന ലൗ തഫ്തഹു അമല ശൈത്താൻ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന വാക്ക് പിശാചിന് വാതിൽ തുറന്നു കൊടുക്കുന്നതാണ്, പിശാചിൻ്റെ പ്രവർത്തനത്തിന് വാതിൽ തുറക്കുന്നതാണ്. അള്ളാഹു നൽകിയതാണ് തൃപ്തിപ്പെടാൻ, ഇനിയുള്ള ജീവിതം നന്നാക്കാൻ. ഖൈറുണ്ടായിരിക്കും. അള്ളാഹു നിനക്കിതിലാണ് ഖൈർ വിധിച്ചത്. അസ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൻ ലക്കും വഅസ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുൻ ലക്കും. നിങ്ങൾ വെറുക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഖൈറായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഷർറുണ്ടായിരിക്കും. അപ്പോൾ ഇത് വിവാഹം കഴിച്ചവരോട് പറയാനുള്ളതാണ്. വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ പാഠങ്ങൾ ഉപയോഗപ്പെടുത്തുക. ശരി, ഭർത്താവിനെ തിരഞ്ഞെടുക്കുമ്പോഴോ, ഭർത്താവിനെ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഭർത്താവ് ഒരാൾ വിവാഹാലോചനയുമായി വന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം, സ്ത്രീയുടെ കാര്യം അവളുടെ വലിയന്, അവളുടെ രക്ഷാധികാരിക്കാണ് അതിൻ്റെ നിയന്ത്രണം അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. അയാളത് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നിർവഹിക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ വാക്ക് ഓരോ പെൺകുട്ടികളുടെ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. അവർ പറഞ്ഞു, മാ മിൻ അബ്ദിൻ ഇസ്തറഅഹു അല്ലാഹു റഅയ്യതൻ ഫലം യഹുത്ഹാ ബിനസീഹത്തിൻ ഇല്ല ലം യജിദ് റായിഹത്തൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വതആല ആരുടെയെങ്കിലും കയ്യിൽ ചിലരെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവരുടെ കാര്യത്തിൽ അവൻ നസീഹത്ത് പുലർത്താതിരിക്കുകയും ചെയ്താൽ അവൻ സ്വർഗത്തിൻ്റെ സുഗന്ധം ആസ്വദിക്കുന്നതല്ല. ഒരു പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുത്തെ ഹദീസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, 2 മൻ ആല ജാരിയതൈൻ, 2 പെൺമക്കൾ അല്ലെങ്കിൽ 2 പെൺകുട്ടികൾ. അത് ചിലപ്പോൾ സഹോദരിയാകാം, നിൻ്റെ പെൺമക്കൾ തന്നെ ആവണമെന്നില്ല എന്നാണ്. നിൻ്റെ സഹോദരിയാകാം, നിൻ്റെ കീഴിൽ വളർന്ന യതീമ പെൺകുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ നിൻ്റെ പെൺമക്കൾ തന്നെയായിരിക്കാം. അവരെ ഒരാൾ വളർത്തുകയും വേണ്ടതെല്ലാം നൽകുകയും അങ്ങനെ
ഹദീസിൽ വന്നത് അവൾക്ക് പ്രായപൂർത്തിയാകുന്നത് വരെയെന്ന്. ചില പണ്ഡിതന്മാർ പറഞ്ഞു പ്രായപൂർത്തിയാകുക എന്നതുകൊണ്ട് ഉദ്ദേശം അവളെ ഭർത്താവിൻ്റെ കയ്യിലേൽപ്പിക്കുന്നത് വരെയെന്നാണ്. അങ്ങനെ ഒരാൾ അവളോട് നല്ല രൂപത്തിൽ പെരുമാറുകയും നല്ലൊരു ഭർത്താവിനെ ഏൽപ്പിക്കുകയും ചെയ്താൽ ജാഅ യൗമൽ ഖിയാമത്തി അന അവൻ പരലോകത്ത് വന്നെത്തുമ്പോൾ ഞാനും അവനും ഇതുപോലെയായിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ 2 വിരലുകൾ ചേർത്തിങ്ങനെ പിടിച്ചു തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം ലഭിക്കുന്ന കാര്യമാണിത്. 2 പെൺമക്കളെ വളർത്താൻ നല്ല ഒരു വിവാഹമിൽ അവൾക്ക് കണ്ടെത്തുക, അവൾക്ക് അനുയോജ്യനായ ഒരു ഭർത്താവിനെ കണ്ടെത്തുകയാണ്. അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. അതിൽ കുറവ് വരുത്തരുത്. ശരി, എങ്ങനെയാണ് പെൺകുട്ടി വിവാഹം കഴിപ്പിക്കുമ്പോൾ വിവാഹാലോചനയുടെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അതാകും മൻ തർദൗന ഖുലുഖഹു വദീനഹു ഫസവ്വിജൂഹു. 2 കാര്യങ്ങളുള്ളവർ നിങ്ങളുടെ അരികിൽ വിവാഹം ആലോചിച്ച് വന്നാൽ വിവാഹം കഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ പെൺകുട്ടി വിവാഹം ആലോചിച്ച് വരുന്ന ആൾക്ക് 2 കാര്യമുണ്ട്. 1 ദീൻ, 2 ഖുലുഖ്. ഒന്നവന് അള്ളാഹുവിൻ്റെ ദീൻ പാലിക്കുക എന്ന സ്വഭാവമുണ്ട്, 2 നല്ല പെരുമാറ്റമുണ്ട്. ചില ആളുകൾക്ക് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം യഥാർത്ഥത്തിൽ ദീനിൻ്റെ ഭാഗമാണ്. പക്ഷേ എന്നിട്ടും അത് അവിടുന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് ചില ആളുകളിൽ ചിലപ്പോൾ മതപരമായ നിഷ്ഠകളുണ്ടായിരിക്കും, പക്ഷേ സ്വഭാവം ഉണ്ടാവില്ല. വേറെ ചിലർക്ക് നല്ല സ്വഭാവം ഉണ്ടാവും, പക്ഷെ മതം ഉണ്ടാവില്ല, ദീൻ ഉണ്ടാവില്ല. പക്ഷെ ഇത് 2 ഒരുമിക്കുക എന്നതാണ് ഖൈർ. 2 ഒരുമിക്കണം. ചില ആളുകൾ ചിലപ്പോൾ ദീനിൽ നിഷ്ഠ ഉണ്ടായിരിക്കും, പക്ഷെ സ്വഭാവം ചിലപ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കും, ഭയങ്കര പരുക്കൻ സ്വഭാവം. അങ്ങനെ ആവരുത്. അതൊരിക്കൽ ദീനിൻ്റെ രീതിയിൽപ്പെട്ടതല്ല. വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലൻഫദ്ദു മിൻ ഹൗലിക്. നീ ഒരു പരുക്കനായിരുന്നെങ്കിൽ, കടുത്ത വാക്കുകൾ പറയുന്നവനായിരുന്നെങ്കിൽ സഹാബികൾ അവരെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങയുടെ ചുറ്റുഭാഗത്ത് നിന്ന് അകന്നു പോകുമായിരുന്നു. വിവാഹമാലിക്കുമ്പോൾ ആൾക്ക് നല്ല സ്വഭാവം ഉണ്ട് നോക്കുക. കാരണം നല്ല സ്വഭാവം പെൺകുട്ടികൾക്ക് വലിയ ആവശ്യമാണ്, വളരെ അത്യാവശ്യമുള്ള കാര്യമാണത്. പെൺമക്കളുള്ളവർക്ക് പെൺകുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാവാവുന്ന ചിന്തകളിൽപ്പെട്ടത്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് വളർത്തിയത്, ഇവന് കല്യാണം കഴിച്ചത്, ഇവന് ഇങ്ങനെയായിരിക്കും അവളെ നോക്കുക. അത് അവൻ്റെ മനസ്സിലുണ്ടാകുന്ന പേടികളൊന്നാണ്. ഈ പേടി അവൻ്റെ നസീഹത്തിൽപ്പെട്ടതാണ്. അത് ശ്രദ്ധിക്കണം. എന്തൊക്കെ 2 കാര്യം? 1 ദീന്, 2 സ്വഭാവം. ദീന് തിരിച്ചറിയണം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ വിവാഹം കഴിക്കാൻ പ്രയാസപ്പെടുന്ന യുവാക്കൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പദ്ധതിയിൽ സഹായം ലഭിക്കണമെങ്കിൽ വേണ്ട ഒരു നിബന്ധന, നാട്ടിലുള്ള മസ്ജിദിലെ ഇമാമിൻ്റെ കത്ത് വേണം. ജമാഅത്തിനോടുണ്ടാവും, ജമാഅത്തിസ്കാരത്തിന് ആളുണ്ടായിരിക്കും, പള്ളിയിലുണ്ട് എന്നത് ഇമാമിൻ്റെ കത്ത് വേണം, എങ്കിലവന് സഹായം കിട്ടുള്ളൂ. അതുപോലെ തന്നെ നാട്ടിലുള്ള നല്ല 2 ആൾക്കാരുടെ തസ്കിയത്ത് വേണം. എന്തെങ്കിലും അവർക്ക് മെഹറിന് സഹായം കൊടുക്കുമായിരുന്നു ഷെയ്ഖ് ഇബ്നു ബാസ് ഉള്ള കാലത്ത് റഹിമഹുല്ലാഹ്. അതൊരു നല്ല അന്വേഷണമാണ്. പല ആൾക്കാരും ആണുങ്ങളെ അന്വേഷിക്കാൻ പോയാൽ, കല്യാണം ആലോചിക്കുന്ന ചെക്കനെ കുറിച്ച് അന്വേഷിക്കാൻ പോലെ പള്ളിയിൽ അന്വേഷിക്കൂല, പള്ളിയിൽ അന്വേഷിക്കുക. പള്ളിയിൽ വരലുണ്ടോ, നിസ്കരിക്കാൻ ഉണ്ടാവലുണ്ടോ, ജമാഅത്തിന് പങ്കെടുക്കാനുണ്ടോ, നല്ലൊരു അടയാളമാണ്. ഒരാളവൻ്റെ നിസ്കാരത്തിൽ ശ്രദ്ധ പുലർത്തുന്നുണ്ട് എങ്കിൽ അവൻ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നവനായിരിക്കും ഇൻഷാ അള്ളാഹ്. 5 നേരത്തെ നിസ്കാരം പോലും ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ മറ്റു കാര്യങ്ങളിൽ ഇൻഷാ അള്ളാഹ് ശ്രദ്ധയുള്ളവനായിരിക്കും. നിസ്കാരം. 2 സ്വഭാവം പൊതുവെ തിരിച്ചറിയണം. അവൻ്റെ കൂട്ടുകാരെ നോക്കിയാൽ മതി. അവൻ്റെ കൂട്ടുകാരുടെ സ്വഭാവം എന്താണ്, അതാണ് അവൻ്റെ സ്വഭാവം. അൽമർഉ അലാ ദീനി ഖലീലിഹി. ഒരുത്തൻ അവൻ്റെ കൂട്ടുകാരൻ്റെ സ്വഭാവത്തിലായിരിക്കും. കൂട്ടുകാരെ നോക്കിയിട്ടില്ലെങ്കിലോ, കല്യാണത്തിൻ്റെ അന്ന് എത്ര ആളുകളാണ് അതുകൊണ്ട് അനുഭവിക്കുന്നത്. അത്ര മോശം കൂട്ടുകാരുള്ള ഒരുത്തൻ്റെ കല്യാണ ദിവസം ആയിരിക്കും ഒരു സ്ത്രീയുടെ, ചിലപ്പോൾ എത്ര സ്ത്രീകളാണ് നാണം കെട്ട അവസ്ഥയിൽ അവരുടെ വിവാഹങ്ങൾ അവസാനിച്ചത്. വിവാഹത്തിൻ്റെ ദിവസം കുറേ എന്താ പറയുക, അത്ര ഉപദ്രവകാരികളായ കുറച്ച് ആൾക്കാരായിരിക്കും കല്യാണത്തിനൊന്ന് ഇത് തകർക്കുക, ഇത് നശിപ്പിക്കുക, ആൾക്കാരെ പേടിപ്പിക്കുക, കത്തിക്കുക. നാട്ടിൽ നിന്ന് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ നിങ്ങൾക്കറിയാം, ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അവരുടെ കൂട്ടുകാരാരാന്ന് നോക്കിയാൽ അവരെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നാട്ടിലുള്ള വിശ്വസ്തരായ ആൾക്കാരോട് ചോദിക്കുക. നാട്ടിൽ പോയി ഇന്ന് കാലത്ത് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരാതികളിലൊന്നാൽ കല്യാണം മുടക്കുന്ന ആൾക്കാർ കൂടുതലാണ്. അപ്പോൾ വിശ്വസ്തരായ ആൾക്കാരോട് ചോദിക്കുക, സത്യം പറയുന്ന ആൾക്കാരെ കണ്ടെത്താൻ ശ്രമിക്കുക, അവരോട് ചോദിക്കുക. ഇത് 2 ശ്രദ്ധിക്കേണ്ട കാര്യം. 1 ദീന്, 2 സ്വഭാവം. ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ഇത് 2 നോക്കുക. അവരുടെ സ്വഭാവം എന്താണെന്ന് ശ്രദ്ധിക്കുക, അവരുടെ ദീൻ എന്താണെന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പെൺകുട്ടികൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളിലൊന്നാണ് അവരുടെ സാമ്പത്തിക സ്ഥിതി, ഭർത്താവിൻ്റെ. അത് ഇന്ന് ആളുകൾ പറയുന്ന രൂപത്തിൽ വലിയ പൈസക്കാരനാവുന്നുള്ളതല്ല, ആ പെൺകുട്ടിയെ നോക്കി നടത്താനുള്ള കഴിവും
ശേഷിയുമുള്ളവനാണോ എന്നത് ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഫാത്തിമത്ത് ബിൻത് ഖൈസ്, സുദീർഘമായ ഹദീസാണത്, അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് 2 വിവാഹാലോചനകൾ വന്നിട്ടുണ്ട്, ഒന്ന് മുആവിയയും മറ്റൊന്ന് അബൂ ജഹ്മുമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മ മുആവിയ ഫസുഉലൂകു ലാ മാല ലഹു, മുആവിയ ദരിദ്രനാണ്, കയ്യിൽ ഒരു പൈസയില്ല. വ അമ്മ അബൂ ജഹ്മിൻ ഫലാ യദഉ അസാഹു അൻ ആതിഖിഹി, അബൂ ജഹ്മാകട്ടെ ഭാര്യയെ ചിലപ്പോൾ മർദ്ദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻകിഹി ഉസാമത്ത് ബിൻ സെയ്ദിനെ വിവാഹം കഴിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് ചില പണ്ഡിതന്മാർ പറഞ്ഞു, അങ്ങനെ വിവാഹം ആലോചിച്ചു വരുന്ന അയാൾ ഇന്ന ആളാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അയാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായി നിനക്കറിയുമെങ്കിൽ ആ പ്രശ്നങ്ങൾ പറയുന്നത് ഗീബത്തിൽപ്പെട്ടതല്ല, അത് അമാനത്തിൽപ്പെട്ടതാണ്. നിനക്കറിയുമെങ്കിൽ അവരുടെ വിവാഹത്തെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വിവാഹത്തെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാം. വിവാഹത്തെ ബാധിക്കാത്ത ചില കാര്യങ്ങളുണ്ടായിരിക്കാം. ചില ആൾക്കാർ ചെന്നാൽ ചോദിച്ചാൽ പറയും, ഒരു ചിരിയിരിക്കും എന്ന് പറയും. അത് ആൾക്കാർ വിചാരിക്കും എന്തോ വലിയ മോശക്കാരനാണെന്ന് വിചാരിക്കും. ഒന്നും പറയില്ല. ആൾക്കാർ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. ഒന്നല്ലെങ്കിൽ നീ പറയാനുള്ളത് പറയാം, എന്താ കൃത്യമായിട്ട് പറയാം, ഇതാണ് ഒരു പ്രശ്നം. അത് തന്നെ വിവാഹത്തെ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ പറയാം, അല്ലാത്ത പറയാതിരിക്കാം ആളുകൾക്ക്. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുമ്പോൾ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളൊന്നാണ് നല്ല കുടുംബത്തിലുള്ള പെൺകുട്ടി. നല്ല കുടുംബം എന്ന് ഉദ്ദേശിച്ചത് നല്ല ഭയങ്കര ഒരു തറവാട് എന്ന അർത്ഥത്തിലല്ല, ഒരു നല്ല കെട്ടുറപ്പുള്ള കുടുംബത്തിലേക്ക് പറഞ്ഞേക്കാം. കാരണം ഭാര്യയും ഭർത്താവുമാണോ അവർക്കിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്, എന്തെങ്കിലും ഉണ്ടാവും. ഞാൻ പറയാറുണ്ട്, ഈ പ്രേമ വിവാഹം അതല്ലെങ്കിൽ വീട്ടുകാരുടെ സമ്മതമില്ലാതെ വിവാഹം കഴിക്കുക എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്. അസ്സലാമു റഹ്മത്തുള്ളാഹി, എൻ്റെ ഉപ്പാക്ക് സമ്മതം, ഉമ്മാക്ക് സമ്മതമില്ല, അപ്പോൾ ഇങ്ങനെ വിവാഹം കഴിക്കുന്ന അനുവദനീയമാണ്. അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിവാഹം അനുവദിച്ചിട്ടുണ്ട്. നിയമം ചോദിക്കുകയാണെങ്കിൽ നിനക്ക് ചിലപ്പോൾ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അനുവാദം ഇല്ലാതെ ചിലപ്പോൾ വിവാഹം കഴിക്കാൻ ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ നിനക്ക് പ്രത്യേകിച്ച് അനുവാദം ഉണ്ടായിരിക്കും. പക്ഷേ വിവാഹം എന്നാൽ നിങ്ങൾ രണ്ടുപേരും മാത്രം ഒരു റൂമിൽ കഴിഞ്ഞു പിന്നെ നിങ്ങൾ രണ്ടുപേരും മാത്രം ജീവിക്കുന്നൊരു കാര്യമല്ല. അതിൽ കുടുംബത്തിൻ്റെ ആവശ്യം വളരെ ഉണ്ട്. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടായാൽ ചിലപ്പോൾ പരിഹരിക്കാൻ നല്ല കുടുംബം ആവശ്യമാണ്. ജീവിതം തുടങ്ങുമ്പോഴാണെന്ന് മനസ്സിലാവുക. അപ്പോൾ വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം കഴിക്കാൻ പരമാവധി നിങ്ങൾ ശ്രമിക്കുക. അവർക്ക് ദീനിയായ ഒരു കാരണവുമില്ല നിങ്ങളുടെ വിവാഹം തടയാൻ, വെറുതെ വിവാഹം തടയാൻ. എങ്കിൽ അള്ളാഹു അനുവദിച്ച കാര്യമാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വിവാഹം കഴിക്കാൻ ഉപ്പയുടെ ഉമ്മയുടെ അനുവാദം ആവശ്യമില്ല. പക്ഷേ ഉപ്പയുടെ ഉമ്മയുടെ തൃപ്തിയോടുകൂടി വിവാഹം കഴിക്കുന്നത് വിവാഹം എളുപ്പമാകാനും നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടായാൽ അവർ നിന്നെ സഹായിക്കാനുമൊക്കെ കാരണമാണ്. കുടുംബം എപ്പോഴും അല്ലേ, അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് അഷീറത്തി എന്നാണ്. നിനക്കൊരു പ്രയാസമുണ്ട് സഹായിക്കാനുള്ള ആൾക്കാരാണ് അവർ. അപ്പോൾ അവരകറ്റി നിർത്തുക എന്നതിനേക്കാൾ നല്ലത് അവരെ അടുപ്പിച്ച് നിർത്തുന്നതാണ്. അതുപോലെ വിവാഹം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളിലൊന്നാണ്, ഒരു പെൺകുട്ടി വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് ഇവൻ്റെ ജോലി ഹലാലായ മേഖലയിലായിരിക്കണം. ഹറാമായ സമ്പാദ്യം ഉണ്ടാകുന്നവനാകരുത്. അത് ഇന്ന് പലപ്പോഴും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. ആൾക്കാർ ചോദിക്കാറില്ല എന്താ ജോലി, അത് അന്വേഷിക്കുക. ഹലാലായ ജോലിയാണോ ചെയ്യുന്നത് എന്നത് അന്വേഷിക്കുക. ഹറാമായ ജോലിയിലാകരുത്. മുൻഗാമികൾ അവരുടെ സ്ത്രീകൾ സലഫുകൾ അവരുടെ ചരിത്രത്തിൽ പറയപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്, അവരുടെ ഭർത്താക്കന്മാർ പുറത്തേക്ക് പോകുമ്പോൾ സ്ത്രീകൾ അവരോട് പറയുമായിരുന്നു എന്നാണ്, ഇത്തഖില്ലാഹ ഫീന വലാ തുത്ഇംനൽ ഹറാം, ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ ഹറാം ഞങ്ങളെ ഭക്ഷിപ്പിക്കരുത്. ഫഇന്നാ നസ്ബിറു അലാ ഹർറിൽ ജൂഇ വലാ നസ്ബിറു അലാ ഹർരി ജഹന്നം, വിശപ്പിൻ്റെ ചൂട് സഹിക്കാൻ ഞങ്ങൾക്ക് ശേഷിയുണ്ട്, പക്ഷേ ജഹന്നമിൻ്റെ ചൂട് സഹിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഹറാമ് തെറ്റിക്കരുത് എന്ന് സലഫുകളിൽപ്പെട്ട് ചില പറയുമായിരുന്നു തന്നെ. ഹസൻ ബസറിയുടെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ഒരിക്കൽ മക്കയിലേക്ക് പോയി. അപ്പോൾ അവിടെ ഒരാൾ വസ്ത്രം വിൽക്കുന്നു. അയാളുടെ അടുത്ത് ചെന്നപ്പോൾ അയാൾ വസ്ത്രം അതിനെക്കുറിച്ച് വലിയ മേന്മ പറയുന്നു, ഈ വസ്ത്രം അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഹസൻ ബസറി അദ്ദേഹം പറഞ്ഞു, അയാളിങ്ങനെ വല്ലാതെ ഇതിനെ പുകഴ്ത്തി പറയുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അയാളടുത്ത് വാങ്ങിക്കേണ്ട, വേറെ അടുത്ത് വാങ്ങിക്കാം. അങ്ങനെ അദ്ദേഹം തിരിച്ചുപോയി. 1 വർഷത്തിനോ 2 വർഷത്തിനോ ശേഷം വീണ്ടും അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഈ മനുഷ്യനെ വീണ്ടും കണ്ടു. അപ്പോൾ അയാളുടെ അടുക്കൽ വസ്ത്രം പോയി ചോദിച്ചപ്പോൾ അയാൾ കാര്യമായി ഒന്നും പറഞ്ഞില്ല വസ്ത്രധാൻ.
ഇത്ര. അയാൾ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോൾ നീ ഇങ്ങനെയൊക്കെയാണല്ലോ ചെയ്തത്, ഇപ്പോൾ ഈ വർഷം വന്നപ്പോൾ എന്താണ് മാറ്റമുണ്ടായത്? അയാൾ പറഞ്ഞു, എൻ്റെ ഭാര്യ ഓരോ ദിവസവും വീട്ടിലേക്ക് ചെല്ലുമ്പോഴും ഉണ്ടാക്കിയ സമ്പാദ്യത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും. എത്ര ഉണ്ട്, ഇത്ര കുറവാണ്, അത് കുറവാണ്, ഇത് നിങ്ങൾ കൂടുതൽ വിൽക്കണം, നിങ്ങൾ. അങ്ങനെ അവളെ കൊണ്ട് പ്രയാസത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കും. അവൾ മരിച്ചു. രണ്ടാമത് ഞാൻ ഒരു സ്ത്രീ വിവാഹം കഴിച്ചു. അവളാകട്ടെ വീട്ടിൽ ചെല്ലുമ്പോൾ പറയും, നിങ്ങൾ ഹലാലായത് കൊണ്ടുവരിക, ഹറാമെന്ന് അകലം പാലിക്കുക. എനിക്ക് കുറവാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളതിൽ പങ്കിട്ടെടുക്കാം. ഒന്നും നിങ്ങൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ നമുക്ക് ക്ഷമിക്കാം. അപ്പോൾ ഹറാം സമ്പാദിക്കുന്ന ആളുകൾ അവർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാതിരിക്കുക. ഹറാമായ സമ്പാദ്യം ദുആ സ്വീകരിക്കാതിരിക്കാൻ, ഇബാദത്തുകൾ സ്വീകരിക്കാതിരിക്കാനൊക്കെ കാരണമാണ്. അതോടൊപ്പം ഹറാമായ സമ്പാദ്യത്തിൻ്റെ പ്രശ്നങ്ങളിലൊന്നാണ് സമ്പാദ്യം നശിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. പല രൂപത്തിൽ അസുഖമായിക്കൊണ്ട് നിങ്ങൾ പലപ്പോഴും പലിശയായിട്ട് ബന്ധപ്പെടുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകൾ അസുഖങ്ങൾ, ഈ ബുദ്ധിമുട്ടുകൾ, വീട്ടിലെ പ്രശ്നങ്ങൾ. ഹറാമിൽ നിന്ന് സമ്പാദിക്കുന്നവരിലേക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാതിരിക്കുക, ഹലാലിൽ നിന്ന് സമ്പാദിക്കുന്നവർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇസ്ലാമിൻ്റെ മേന്മകൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇത് ഞാൻ മുൻപ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ദീനിന് പ്രാധാന്യം നൽകുക. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിലൂടെ ഒരാൾ നടന്നുപോയി. അപ്പോൾ അവിടുന്ന് ചോദിച്ചു, മാ തഖൂലൂന ഫീ ഹാദ, ഈ മനുഷ്യനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവർ പറഞ്ഞു, ഇൻ ഖതബ് ഹറിയുൻ അൻ യുൻകഹ്, ഇവൻ കല്യാണം ആലോചിച്ചാൽ എന്തായാലും കല്യാണം കിട്ടും. വ ഇൻ ശഫഅ ഹറിയുൻ അൻ യുശഫഅ, ഇവൻ ഒരാൾക്ക് വേണ്ടി ശുപാർശ പറഞ്ഞാൽ ആൾക്കാർ ശുപാർശ സ്വീകരിക്കാൻ റെഡിയായിരിക്കും. വ ഇൻ ഖാല ഹറിയുൻ ഇസ്തമഅ, ഇവൻ എന്തെങ്കിലും സംസാരിച്ചാൽ അവൻ്റെ വർത്തമാനം കേൾക്കാൻ ആൾക്കാരുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല. രണ്ടാമതൊരാൾ വന്നു, ഫുഖറാക്കളിൽപ്പെട്ട ദരിദ്രന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു. അവിടെ നിന്ന് ചോദിച്ചു, അയാളെക്കുറിച്ച് അഭിപ്രായം എന്താണ്? അവർ പറഞ്ഞു, ഹറിയുൻ ഇൻ ഖതബ അല്ലാ യുൻകഹ്, കല്യാണം ആലോചിച്ചാൽ ഇവനെ ഇവിടുന്ന് കല്യാണം കിട്ടില്ല. വ ഇൻ ശഫഅ അല്ലാ യുശഫഅ, ഇവൻ ശുപാർശ പറഞ്ഞ ഒരാളോട്ട് സ്വീകരിക്കുകയുമില്ല. വ ഇൻ ഖാല അല്ലാ യുസ്തമഅ, ഇവൻ എന്തെങ്കിലും സംസാരിച്ചാൽ ഒരു മനുഷ്യനത് കേൾക്കാനും പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ ഖൈറു മിൻ മിൽഇൽ അർളി മിസ്ല ഹാദാ, നേരത്തെ പോയ മനുഷ്യർ അവർ ഭൂമിയിൽ ഒന്നാകെ ഉണ്ടാകുന്നതിനേക്കാളും നല്ലത് ഇവനെ പോലത്തെ ഒരുത്തനുണ്ടാവുന്നത്. ഭൂമി നിറയെ മറ്റുള്ളവരുണ്ടാവുന്നതിനേക്കാൾ നല്ല ഇവനെ പോലത്തെ ഒരാളുണ്ടാവുന്നത്. ഇപ്പോൾ ചില ആളുകളുടെ ഗുണം അവരുടെ സമ്പത്തിലോ തറവാട്ടിലോ മറ്റു കാര്യങ്ങളിലോ അല്ല എന്നത് തിരിച്ചറിയാനുള്ള ബുദ്ധി പിതാവിനുണ്ടായിരിക്കണം. കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് സദസ്സിലിരുന്നിട്ട് കണ്ടില്ലേ, ഞാൻ വിവാഹം കഴിച്ച എൻ്റെ കുടുംബത്തിൽ നിന്നാണ്, ഇത് പറയാൻ വേണ്ടിയാണ് വിവാഹം കഴിപ്പിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ മക്കളോട് ചെയ്യുന്ന അതിക്രമമാണ് എന്ന് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിലൊരു സംഭവം ഓർമ്മപ്പെടുത്തട്ടെ. ജുലൈബീബ് എന്ന സഹാബി ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലായിരിക്കുന്ന സന്ദർഭത്തിൽ അൻസാരികൾ അവരുടെ പെൺമക്കൾ അവരെ വിവാഹം കഴിപ്പിക്കാൻ കുറച്ച് കാത്തു നിൽക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിക്കുന്നതിൽ അവർക്ക് ആഗ്രഹമുണ്ടാകുമായിരുന്നു. തങ്ങളുടെ മക്കളെ അള്ളാഹുവിൻ്റെ റസൂൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ എന്ന് അവരിൽ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തിൻ്റെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, സൗജിനി ഇബ്നതക്, നിൻ്റെ മകൾ അവൾക്കൊരു വിവാഹമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, നഇമ വനുഅമതു ഐൻ, എത്ര നല്ല കാര്യമാണ്, അള്ളാഹുവിൻ്റെ റസൂൽ വിവാഹാലോചനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലസ്തു ലിനഫ്സി ഉരീദുഹ, ഞാൻ എനിക്ക് വിവാഹം കഴിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്. അപ്പോൾ അവർ ചോദിച്ചു, ലിമൻ യാ റസൂലല്ലാഹ്, ആർക്കാണ് വിവാഹം ആലോചിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, ലി ജുലൈബീബ് എന്ന സഹാബിക്ക് വേണ്ടിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹത്ത അസ്തഅ്മിറ ഉമ്മഹ, എങ്കിൽ അവളുടെ ഉമ്മയോട് ചോദിക്കണം, തീരുമാനം പറയാൻ പറ്റില്ല. അങ്ങനെ ആ മനുഷ്യൻ വീട്ടിലേക്ക് ചെന്നു, സ്ത്രീയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ വിവാഹാലോചനയുമായി വന്നിട്ടുണ്ട്. അവർ പറഞ്ഞു, ആ സന്തോഷം. അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടിയല്ല ആലോചിക്കുന്നത്, ജുലൈബീബിന് വേണ്ടിയാണ്. അപ്പോൾ ആ ഉമ്മ പറഞ്ഞു, ജുലൈബീബിന് വേണ്ടിയോ? ലാ ലഅംറുല്ലാഹി ലാ ഉസവ്വിജു ജുലൈബീബിന് അള്ളാഹു സത്യം, ഞാൻ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയില്ല. ഇത് കേട്ടപ്പോൾ ആ പെൺകുട്ടിയുടെ വാപ്പ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരം അറിയിക്കാൻ വേണ്ടി അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ഹദീസിൽ പറയണം, ഖാലത്തിൽ ഫതാതു ലി ഉമ്മിഹ മിൻ ഖിദ്രിഹ, മുറിയിൽ നിന്ന് ആ പെൺകുട്ടി വിളിച്ചു പറഞ്ഞു, മൻ ഖതബനി ഇലൈക്കുമ, ആരാണ് എനിക്ക് വിവാഹാലോചന കൊണ്ടുവന്നത്? അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലാണ്.
അവർ പറഞ്ഞു, ആ പെൺകുട്ടി പറഞ്ഞു, ഫതറദ്ദൂന അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംറഹു, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒരു കാര്യമാണോ നിങ്ങൾ എതിര് പറയാൻ പോകുന്നത്? ഇദ്ഫഊനി ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു ലാ യുദയ്യിഉനി, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതിലേക്ക് എന്നെ റസൂൽ ആരെയാണോ കൽപ്പിച്ചത് അവിടുത്തെ കൽപ്പിച്ചു കൊടുക്കുക. അവിടുന്ന് ഒരിക്കലും എന്നെ മോശമായൊരവസ്ഥയിലേക്ക് എത്തിക്കുകയില്ല, അവിടുന്ന് ഒരിക്കലും എന്നെ പാഴാക്കുകയില്ല. അങ്ങനെ ആ പെൺകുട്ടിയുടെ വാപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്നു. അവിടുന്ന് ജുലൈബിബിന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു റളിയല്ലാഹു അൻഹു. ഇതിൽ പല പാഠങ്ങളുണ്ട്. അതിലൊരു പാഠം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബികളെ ശ്രദ്ധിച്ചിരുന്ന രൂപമാണിത്. അവരുടെ കാര്യം അവിടുന്ന് ചിന്തിക്കുകയും അവർക്ക് വേണ്ടി ശുപാർശ പറയുകയും അവരുടെ അവസ്ഥകൾ പരിഗണിക്കുകയും ചെയ്യാൻ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങളിൽപ്പെട്ടതായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിൽ പങ്കെടുത്തു. സുബ്ഹാനല്ലാഹ്. യുദ്ധം കഴിഞ്ഞു. സഹാബികൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ മരിച്ച ആളുകളെ കൊണ്ടുവന്നു. അപ്പോൾ അവിടുന്ന് ചോദിച്ചു, തഫ്ഖിദൂന അഹദൻ, ഏതെങ്കിലും ആളുകൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ മരിച്ച ആളുകളിൽ ആരെങ്കിലും നിങ്ങൾ കണ്ടെത്താത്തവരായി ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, അഫ്ഖിദു ഫുലാനൻ അഫ്ഖിദു ഫുലാനൻ. ചില ആളുകളെ കാണാനില്ല, ഓരോ പേരുകൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാകിന്നി അഫ്ഖിദു ജുലൈബീബൻ, ജുലൈബീബിനെ കാണാനില്ല എന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫൻദുറൂഹു ഫിൽ ഖത്ല, കൊല്ലപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ജുലൈബീബ് ഉണ്ടോ എന്ന് നോക്കുക. അവർ ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹമുണ്ട്. 7 ആളുകൾക്കിടയിൽ അദ്ദേഹം കിടക്കുന്നു. അദ്ദേഹം 7 ആളുകളെ വധിച്ചിട്ടുണ്ട്. ആ 7 ആളുകളുമായുള്ള പോരാട്ടത്തിൽ ഏറ്റ മുറിവുകളിൽ നിന്ന് അദ്ദേഹം മരിക്കുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുലൈബീബിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് അദ്ദേഹം അവിടുന്ന് പറഞ്ഞു, ഖതല സബ്അതൻ ثم قتلوه هذا ثم قتلوه هذا مني وانا منه. 7 പേരെ ജുലൈബീബ് വധിച്ചിരിക്കുന്നു. അവരുടെ മുറിവുകളിൽ നിന്ന് അവനും വധിക്കപ്പെട്ടിരിക്കുന്നു. ജുലൈബീബ് എന്നിൽ നിന്നാണ്, ഞാൻ അവനിൽ നിന്നുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ثم حمله على ساعديه, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുലൈബീബിനെ അവിടുത്തെ ചുമലുകളിലാണ് വഹിച്ചത്. ഖബറടക്കാൻ പോകും. മാ ലഹു സരീറുൻ ഗൈറ സാഇദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുലൈബീബിൻ്റെ ഖബർ കുഴിച്ചു തീരുന്നത് വരെ അവിടുത്തെ ചുമലുകളിലായിരുന്നു ജുലൈബീബ് ഉണ്ടായിരുന്നത്, കട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ആളുകളുടെ മേന്മ നമ്മൾ പലപ്പോഴും എണ്ണുന്ന കാര്യങ്ങളായിക്കൊള്ളണമെന്നില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം ആലോചിച്ച സഹാബിയാണ് ജുലൈബീബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പ്രത്യേകം ഓർക്കുക. 1-2 കാര്യങ്ങളാണ് ഈ വിഷയം പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് സമയം എടുക്കാം. 1-2 കാര്യങ്ങൾ. 1, വിവാഹാലോചന തുടങ്ങി. നിങ്ങളോട് ആൺകുട്ടിയെക്കുറിച്ചോ പെൺകുട്ടിയെക്കുറിച്ചോ ചോദിച്ചു. അവരെക്കുറിച്ച് എന്തെങ്കിലും അറിവുള്ള കാര്യമുണ്ടെങ്കിൽ പറയാം. അറിയില്ലാത്ത കാര്യമാണെങ്കിലോ അറിയില്ലെന്ന് പറയാം. ഈ കാര്യത്തിൽ മുഷാവറ നടത്തപ്പെടുന്ന ഒരാൾ കൂടിയാലോചിക്കുമ്പോൾ തൻ്റെ അടുത്ത് കൂടിയാലോചിക്കാൻ വരുന്നയാൾ അയാളോട് നസീഹത്ത് പുലർത്തുക എന്നത് നിർബന്ധമാണ്. ഹഖുൽ മുസ്ലിം അൽ മുസ്ലിം എന്നതിൽ ഒരു കാര്യം എന്താ, ഇദസ്തൻസഹക ഫൻസഹു, നിന്നോടൊരാൾ നസീഹത്ത് ചോദിച്ചാൽ അവർ നസീഹത്ത് കൊടുക്കുക. അവൻ നസീഹത്തുള്ളവനാണ്, അവൻ എങ്ങനെയും ചതിക്കാനുള്ള സ്വഭാവത്തിൽ എത്തരും. നിന്നോടൊരാൾ ഹദീസിൽ വന്നതുപോലെ ഒരാൾ മുഷാവറക്ക് വേണ്ടി നിൻ്റെ അരികിൽ വന്നാൽ അൽ മുസ്തശാർ മുഅ്തമൻ, അവൻ അമാനത്ത് ഏൽപ്പിക്കപ്പെട്ടവനെ പോലെയാണ്. മുഅ്തമൻ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട ആളാണ്. അറിയുന്നതാണെങ്കിൽ പറയാം, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയും. ചില ആളുകൾ പുകഴ്ത്തുന്നതിലും ഇകഴ്ത്തുന്നതിലും ഒക്കെ അതിരി കവിഞ്ഞ് കളയും. ഒരാൾ 2 ദിവസം കണ്ടു, 2 ദിവസമായിട്ട് പെരുമാറി, യാ സുബ്ഹാനല്ലാഹ്, നാവ് മുഴുവൻ അയാളെക്കുറിച്ചായിരിക്കും. ഒന്നല്ലെങ്കിൽ ചീത്ത, അല്ലെങ്കിൽ മോശം, നല്ലത്. 2ലാണെങ്കിൽ അതിരി കവിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് മനോഹരമായ ഹദീസാണ്. നമ്മളെ ബന്ധങ്ങളിൽ പാലിക്കേണ്ട മര്യാദയാണ് ഹദീസിൽ പറയുന്നത്. അഹ്ബിബ് ഹബീബക ഹൗനമ്മ, നിൻ്റെ അടുത്ത കൂട്ടുകാരനെ സ്നേഹിക്കുമ്പോൾ ഒരു പരിധി വെച്ച് സ്നേഹിക്കാം. അസാ അൻ യകൂന ബഗീദൻ ലക യൗമമ്മ, അവൻ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നിൻ്റെ ശത്രുവായി മാറിയേക്കാം. ഇന്നലെ വരെ ഇങ്ങനെയായിരുന്നു, 2 ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങനെ ആകാതിരിക്കുക. ദുനിയാവിൽ ഏതൊരാളെ സ്നേഹിക്കുമ്പോഴും ഏതൊരാൾ വെറുക്കുമ്പോഴും പരിധി വെക്കുക. അബ്ഗിദ് ബഗീദക ഹൗനമ്മ, നീ ഒരാളെ ദേഷ്യം കാണിച്ചാൽ പരിധി വെച്ച് ദേഷ്യം കാണിക്കുക. അസാ അൻ യകൂന ഹബീബൻ ലക യൗമമ്മ, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം അവൻ നിൻ്റെ അടുത്ത് പ്രിയങ്കരനായ കൂട്ടുകാരനായി മാറുന്നൊരു ദിവസം വന്നേക്കാം. എത്ര ആൾക്കാർക്കാണ് സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അവസാനം ഞാൻ അവനോട് അങ്ങനെ ചെയ്തു ഇതിലെങ്ങനെ വിഷമിക്കുന്നത്, അന്നേ നല്ലപോലെ ചെയ്താൽ പോരെ, അന്നേ അനീതി കാണിച്ചിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം. അപ്പം ഇത്
നിൻ്റെ അടുത്തൊരാൾ മുഷാവറക്ക് വന്നാൽ ശ്രദ്ധിക്കാം. ഒരാളെക്കുറിച്ച് ചോദിച്ചാൽ അറിയുമെങ്കിൽ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ കാലഘട്ടത്തിൽ ചില കിതാബുകൾ വന്ന അസറാണത്. അതിൻ്റെ സനദുകൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ പൊതുവെ പറയപ്പെടാറുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ അരികിൽ ഒരിക്കൽ ഒരാൾ വന്നു. അപ്പോൾ അയാളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി അയാൾക്കൊരു സാക്ഷിയെ വേണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഒരു സാക്ഷിയെ കൊണ്ടുവരിക, നിനക്ക് വേണ്ടി സാക്ഷ്യം പറയാം. അപ്പോൾ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, എനിക്കറിയാം, നല്ല മനുഷ്യനാണ്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചു, ഫഹുവ ജാറുകൽ അദ്ന അല്ലദി തഅരിഫു ലൈലഹു വനഹാറഹു, നിൻ്റെ ഏറ്റവും അടുത്ത അയൽവാസിയാണോ അയാൾ? അവൻ്റെ രാത്രി പകലൊക്കെ നിനക്ക് തിരിച്ചറിയാവുന്ന രൂപത്തിൽ, മദ്ഖലഹു മഖ്റജഹു, അവൻ പുറത്തു വരുന്നതും പോകുന്നതൊക്കെ അറിയാവുന്ന രൂപത്തിൽ നീ അവൻ്റെ അയൽവാസിയാണോ? പറഞ്ഞല്ല. ഫമുആമിലുക ബിദ്ദീനാരി വദ്ദിർഹം അല്ലദൈനി ബിഹിമാ യുസ്തദല്ലു അലൽ വറ, ദീനാർ ദിർഹമും വെച്ച് നീ അവനുമായി കച്ചവടം ചെയ്തിട്ടുണ്ടോ? അതിൽ നിന്ന് ഒരാളുടെ സൂക്ഷ്മത നിനക്ക് തിരിച്ചറിയാൻ സാധിക്കും. ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തിട്ടില്ല. ഫറഫീഖുക ഫിസ്സഫർ അല്ലദി യുസ്തദല്ലു അലാ മകാരിമിൽ അഖ്ലാഖ്, യാത്ര ചെയ്തിട്ടുണ്ടോ അവനുമായിട്ട്? യാത്ര ചെയ്താൽ ആളുകളുടെ സ്വഭാവത്തിലെ മേന്മ തിരിച്ചറിയാൻ സാധിക്കും. യാത്രയിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവൻ്റെ കയ്യിൽ കുറച്ച് വെള്ളമുണ്ട്, അവനത് ആദ്യം തന്നെ കുടിച്ച് തീർക്കാനോ അല്ല നിന്നെ പരിഗണിക്കണോ, പല കാര്യങ്ങളും തിരിച്ചറിയുന്ന സ്ഥലമാണ് യാത്ര. അയാൾ പറഞ്ഞില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലസ്ത തഅരിഫുഹു, എങ്കിൽ നിനക്ക് അവനെ അറിയുകയില്ല. ഈ പറഞ്ഞ മൂന്ന് നിനക്കില്ലെങ്കിൽ നിനക്ക് അവനെ അറിയുകയില്ല. അപ്പോൾ ഒരാളെക്കുറിച്ച് പറയണമെങ്കിൽ ഇത്രയൊക്കെ ഇല്ലെങ്കിൽ പോലും ഏറ്റവും ചുരുങ്ങിയത് നീ എൻ്റെ അയൽവാസിയായിരിക്കണം, അല്ലെങ്കിൽ നിനക്ക് അവനായിട്ട് കുറച്ചധികം ദീർഘമായ പരിചയം ഉണ്ടായിരിക്കണം. ഇതൊന്നുമില്ലാതെ ആളുകളെക്കുറിച്ച് പറയുമ്പോൾ പറയാം. ചില ആളുകൾക്ക് ചിലപ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് പറയാൻ പറ്റാത്ത ആളുകളുണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ഉസ്താദാണ്, ഒരാൾ അധ്യാപകനാണ്, മറ്റൊരാളുടെ അധ്യാപനം തൻ്റെ വിദ്യാർത്ഥിയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. പൊതുവെ ഒരു വിദ്യാർത്ഥി അധ്യാപകനോട് എങ്ങനെയായിരിക്കും പെരുമാറുക? ഏറ്റവും നല്ല രൂപത്തിലായിരിക്കും പെരുമാറുക. അപ്പോൾ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ വിദ്യാർത്ഥിയെക്കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കണം, പറയണം. എൻ്റെ കയ്യിൽ പഠിക്കുന്ന ആൾ എൻ്റെ അടുത്ത് നല്ല പോലെയാണ്. കാരണം നീ അധ്യാപകൻ്റെ സ്ഥാനത്താണുള്ളത്. നിന്നോടുള്ള അവൻ്റെ പെരുമാറ്റം ആയിക്കൊള്ളണമെന്നില്ല, എല്ലാവരോടുമുള്ള അവൻ്റെ പെരുമാറ്റം. അപ്പോൾ നീ ശ്രദ്ധിക്കണം. ആളുകൾ ചോദിച്ചു വന്നാൽ ഞാൻ പഠിപ്പിച്ച ആളാണ്, ഒന്നും നോക്കണ്ട, എന്തായാലും അത് ചെയ്യരുത്. ആളുകളുടെ ജീവിതമാണിത്. എന്നാൽ ചില ആൾക്കാർ ഇതിൽ വല്ലാതെ സൂക്ഷ്മത അറിയുന്നതാണെങ്കിലും മിണ്ടാതിരിക്കും. അതും ചതിയാണ്, ചെയ്യരുത്. മറ്റൊരാൾ അപകടത്തിലേക്ക് പോകുന്നതെന്ന് തോന്നി പറയേണ്ട കാര്യമാണെങ്കിൽ പറയണം, പറയാതിരിക്കും. ആളുകളുടെ ജീവിതം നശിപ്പിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മുആവിയ ഇബ്നു അബീ സുഫിയാൻ ദരിദ്രനാണ് എന്ന് പറഞ്ഞത്, അത് ഈ പറഞ്ഞതിന് തെളിവാണ്. അതുപോലെ വിവാഹാലോചനയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ചില വിധിവിലക്കുകൾപ്പെട്ടതാണ്. ഒരാൾ വിവാഹം ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പോയിട്ട് വിവാഹാലിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്തുബു റജുലു അലാ ഖിത്ബത്തി അഖീഹി ഹത്താ യൻകിഹ ഔ യത്റുക്, തൻ്റെ സഹോദരൻ വിവാഹാലോചനക്ക് മുകളിൽ പോയി വിവാഹാലോചിക്കരുത്. ഹത്താ യൻകിഹ, ഒന്നല്ലെങ്കിൽ അവൻ വിവാഹം കഴിക്കട്ടെ. അവൻ ചിലപ്പോൾ ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ വേറെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അതല്ലെങ്കിൽ ഔ യത്റുക്, അവൻ പറയാണ് ഞാൻ ഇനി ആലോചിക്കുന്നില്ല, ഞാൻ വേറെ ആലോചനയായിട്ട് മുന്നോട്ട് പോകാൻ എന്ന് പറയുന്നത് വരെ ആ പെൺകുട്ടിയെ പോയി വിവാഹാലോചിക്കരുത്. ഒരു ആൾ വിവാഹാലോചിച്ച് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടത്തിൻ്റെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തൻ്റെ സഹോദരൻ ആഗ്രഹിച്ച ഒരു കാര്യം, അതിപ്പോൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്. ഒരാളുടെ കണ്ണ് ഒരു ഭക്ഷണത്തിലേക്ക് താല്പര്യത്തോടുകൂടി പോകുന്നത് കണ്ടാൽ പിന്നെ അത് നമുക്ക് കൈവെക്കുന്നത് കുറയ്ക്കുക. നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിൽ നിൻ്റെ സഹോദരനെ പരിഗണിച്ചുകൊണ്ട്. മുൻഗാമികളിൽ ചിലർ വാപ്പയും ഉമ്മയൊക്കെ ആയിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അവർ ഒരു ഭക്ഷണത്തിലേക്ക് അവരുടെ കണ്ണുപോയി എന്നറിഞ്ഞാൽ പിന്നെ അവർ എടുക്കാറുണ്ടായിരുന്നില്ല. ഭക്ഷണം ആണെങ്കിൽ പോലും അതൊരു നല്ല മര്യാദയിൽപ്പെട്ടതാണ്. ഇതാകട്ടെ നിർബന്ധമാണ്. ഒരാൾ വിവാഹാലോചിച്ച സ്ത്രീയെ ആ വിവാഹാലോചന അവസാനിക്കുന്നത് വരെ വിവാഹിക്കാൻ. എപ്പോഴല്ലാതെ ഒന്നല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ രക്ഷിതാവ് പറയണം, ഞാൻ വിവാഹാലോചിക്കുന്നുണ്ട്, എൻ്റെ മക്കൾക്ക് നല്ല ആൾക്കാരുണ്ടെങ്കിൽ അറിയിക്കണം. പലരെയും പലരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു കാര്യത്തിലും ഒരു ഉറപ്പായിട്ടില്ല. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാഗ്ദാനം കൊടുത്തിട്ടില്ല. പെൺകുട്ടിയുടെ ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരാർക്കും ഉത്തരം കൊടുത്തിട്ടില്ല, ആരെയും പരിഗണിക്കുന്നില്ല എന്ന അവസ്ഥയിൽ എല്ലാവർക്കും വിവാഹാലോചിക്കാൻ സാധ്യതയുള്ള സമയത്ത് വിവാഹാലോചിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നേരത്തെ വന്ന ഹദീസ് ഫാത്തിമ ബിൻത് ഖൈസിൻ്റെ ഹദീസിൽ അവർ പറഞ്ഞതുപോലെ മുആവിയയും അബൂജഹമും എന്നെ വിവാഹാലോചിച്ചിട്ടുണ്ട്. രണ്ടുപേരും ഒരേ സമയം വിവാഹാലോചിച്ചിട്ടുണ്ട്. അത് അനുവദനീയമാണ്. അവസാനം ആൺകുട്ടികളോടും പെൺകുട്ടികളോടും വിവാഹാലോചിക്കുന്ന ആളുകളോട് പറയാനുള്ള ചില പൊതുവായ കാര്യങ്ങൾ. ഒന്ന്, സത്യസന്ധത പാലിക്കുക, കളവ് പറയാതിരിക്കുക. നിനക്ക്
പിന്നെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഈ ഫെമിനിസ്റ്റ് ഐഡിയോളജിയും മറ്റൊക്കെ ഉണ്ടെങ്കിൽ നീ നിൻ്റെ ചിന്തകൾക്കൊക്കെ യോജിച്ച ഒരുത്തനെ ആലോചിക്കുക. നിനക്ക് അത്തരം ആലോചനകൾ താല്പര്യമുള്ളെങ്കിൽ വെറുതെ ഒരുത്തൻ്റെ ജീവിതം പോയി നശിപ്പിക്കരുത്. കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അവസാനം പിരിയുക. നിനക്ക് അങ്ങനെയുള്ളൊരു വിവാഹമാണ് ആവശ്യമുള്ളതെങ്കിൽ അങ്ങനെ വിവാഹം കഴിയും. പുരുഷനെ സംബന്ധിച്ചിടത്തോളം നല്ല ഹിജാബ് ധരിക്കുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് നശിപ്പിക്കുക. നിനക്കതാണ് ആഗ്രഹമെങ്കിൽ അങ്ങനത്തെ എത്ര പെൺകുട്ടികളുണ്ട്. അങ്ങനെ ആരെങ്കിലും പെൺകുട്ടിയെ പോയി കല്യാണം കഴിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളുടെ ജീവിതം കൊണ്ട് കളിക്കാതിരിക്കുക, സത്യസന്ധത പാലിക്കുക. നിൻ്റെ അടുത്തുള്ള പ്രശ്നം എന്താണോ ആ പ്രശ്നം പറയുക. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഗശ്ശ ഫലൈസ മിന്ന, ഒരാൾ വഞ്ചന കാണിച്ചാൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല. നോക്കൂ നിങ്ങൾ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അവരുടെ ഭർത്താവ് മരിച്ചു, അബൂ സലമ. ഉമ്മു സലമ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരാൾക്ക് എന്തെങ്കിലും ഒരു വിപത്തുണ്ടായാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബത്തി ഹാദിഹി വഖ്ലുഫ്നി ഖൈറൻ മിൻഹാ എന്ന് അവൻ ദുആ ചെയ്യണം. ഇത് പറയണം, അല്ലാഹുവേ എൻ്റെ ഈ മുസീബത്തിൽ എനിക്ക് പ്രതിഫലം നൽകണേ, എനിക്ക് നഷ്ടമായതിനേക്കാൾ ഖൈറായത് എനിക്ക് നൽകണേ എന്ന് പറയണം. ഉമ്മു സലമ അവർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, ഒരാൾക്കൊരു മുസീബത്ത് ബാധിച്ചതിന് ശേഷം അയാൾ ഇത് പറഞ്ഞാൽ, ഈ പ്രാർത്ഥന അയാൾ പറഞ്ഞാൽ, അയാൾക്ക് അല്ലാഹു അതിനേക്കാൾ നല്ലത് കൊടുക്കും, നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലത് കൂടുതൽ കിട്ടും. അപ്പം ഞാൻ അബൂ സലമ മരണപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യുൽ മുസ്ലിമീന ഖൈറുൻ മിൻ അബീ സലമ, അബൂ സലമയേക്കാൾ നല്ല ഒരാൾ ഇനി എവിടെ നിന്ന് കിട്ടാനാണ്. അവ്വലു ബൈത്തിൻ ഹാജറ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അരികിലേക്ക് ഹിജറ പോയ ആദ്യത്തെ കുടുംബമാണ് അബൂ സലമയുടെ കുടുംബം. അബൂ സലമ പോയതിന് ശേഷം ഇനി അദ്ദേഹത്തെക്കാൾ നല്ല ഒരാളെ എവിടെ നിന്ന് കിട്ടാനാണ്. സുമ്മ ഇന്നി ഖുൽതുഹ, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ വാക്ക് ഓർത്തുകൊണ്ട് ഞാൻ ആ വാക്ക് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആ പ്രാർത്ഥന പറഞ്ഞു. ഫഅഖ്ലഫ അല്ലാഹു ലി റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു എനിക്ക് പകരം നൽകിയത് റസൂലുള്ളാഹിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാത്തിബ് ഇബ്നു അബീ ബൽതഅയെ ഉമ്മു സലമയുടെ അരികിൽ വിവാഹമലിക്ക പറഞ്ഞയച്ചു. ഞാൻ പറയുന്ന സംഭവത്തിൽ പാഠം ഇവിടെയാണ്. ഹാത്തിബിനെ പറഞ്ഞയച്ചു, വിവാഹമലിച്ചു. റസൂലുള്ളാഹിയുടെ വിവാഹാലോചനയാണ് വരുന്നത്. ഞാൻ പറയുന്നത് സത്യസന്ധതയെക്കുറിച്ചാണ്. ഉമ്മു സലമ അവർ പറഞ്ഞു, ഇന്നലി ബിൻതൻ വ ഇന്നി വ അന ഗയൂർ. ഹാത്തിബിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് പെൺകുട്ടികളുണ്ട്, അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഗൈറത്തുള്ള സ്ത്രീയാണ് എന്ന് പറഞ്ഞ ഭർത്താവ് അവരോടുള്ള സ്നേഹം മറ്റുള്ളവരെ പങ്കുവെക്കുന്ന സമയത്ത് മറ്റ് ഭാര്യമാർ ചിലപ്പോൾ ദേഷ്യം പിടിച്ചേക്കാം, എനിക്ക് ദേഷ്യമുള്ള സ്ത്രീയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറഞ്ഞു, അമ്മ ഇബ്നതുഹാ ഫനദ്ഉ അല്ലാഹ അൻ യുഗ്നിയഹ അൻഹ, അവളുടെ മകളുടെ കാര്യത്തിൽ അള്ളാഹു അവൾക്കൊരു എളുപ്പം നൽകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. വ അദ്ഉ അല്ലാഹ അൻ യദ്ഹബ ബിൽ ഗൈറ, അവളുടെ ഗൈറത്ത് അള്ളാഹു നീക്കി കൊടുക്കാൻ വേണ്ടിയും ഞാൻ ദുആ ചെയ്യുന്നത്. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ വിവാഹാലോചന നീ വരുന്നത്, പക്ഷെ തൻ്റെ കുറവ് എന്താണെന്ന് ഉമ്മു സലമ പറയണം, അതാണ് എൻ്റെ കുറവ്. നിനക്ക് പറയേണ്ട എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയും, പറയേണ്ടതുണ്ടെങ്കിൽ. ചില ആളുകൾ എന്തൊരു കാര്യം, പ്രത്യേകിച്ച് ഈ കൗമാരപ്രായത്തിലുള്ള കുട്ടികളോട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ നല്ല ശ്രദ്ധിച്ചുള്ള പ്രശ്നമാണ്. കല്യാണം കഴിക്കാൻ പോകുമ്പോൾ പറയേണ്ടതില്ലാത്ത കുറവുകളൊക്കെ പറയേണ്ടതില്ല. എനിക്ക് ചിലപ്പോൾ ഇടയ്ക്കൊരു തലവേദന വരലുണ്ട്, ഇടയ്ക്ക് പനിക്കലുണ്ട്, ഇതൊന്നും കുഴപ്പമുള്ള കാര്യം. അനാവശ്യമായത് പറയരുത്. അതല്ലെങ്കിൽ നീ കുറച്ചൊരു ദേഷ്യമുള്ള ആളാണ്, ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണ്, ഒരു കുറച്ച് നിൻ്റെ ആവശ്യത്തിനുള്ളത് പറയാം. വിവാഹത്തെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം, അല്ലാത്ത കാര്യങ്ങൾ പറയേണ്ടതില്ല. അതുപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിൽ അതുപോലെ പെൺകുട്ടിയോട് ചോദിക്കാൻ പാടില്ലാത്തതും പെൺകുട്ടി പറയേണ്ടതില്ലാത്തതുമായ കാര്യമാണ്. എനിക്ക് പണ്ടാരട്ടെങ്കിലും പ്രേമുണ്ടായിരുന്നോ, അല്ലെങ്കിൽ എനിക്ക് പണ്ട് പ്രേമുണ്ടായിരുന്നു, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടതില്ല, ചോദിക്കേണ്ടതുമില്ല, പറയേണ്ടതുമില്ല. തൗബ ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ പറയുന്നത്, തിന്മയായിട്ട് മറച്ചു വെക്കാനല്ല പറയുന്നത്. തൗബ ചെയ്താൽ നീ ആത്മാർത്ഥമായി തൗബ, നിനക്ക് പറ്റിപ്പോയൊരു അബദ്ധമാണ് എങ്കിൽ അത് ഇനി പരസ്യമാക്കുന്നതിന് അർത്ഥമില്ല. പ്രത്യേകിച്ച് ജീവിതം തുടങ്ങും കൂടിയാണെങ്കിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല, വിവാഹം കഴിച്ചതിന് ശേഷമാണെങ്കിൽ. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുക, ഇസ്തിഖാറ. വിവാഹം ആലോചിച്ച് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഇസ്തിഖാറ നിസ്കരിക്കുക. കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് ഇസ്തിഖാറ നിസ്കരിക്കുക. ഇസ്തിഖാറ അത് അതിൻ്റെ പ്രാർത്ഥനയും മര്യാദകളൊക്കെ നിങ്ങൾക്ക് കിതാബുകളിൽ വായിച്ചാൽ മനസ്സിലാവും. എന്തെങ്കിലും കാരണത്താൽ വിവാഹാലോചന മുടങ്ങിയെന്ന് വിചാരിക്കുക, നല്ല മര്യാദയോടുകൂടി പിരിയാൻ, മോശം മര്യാദയിൽ പിരിയരുത്. എനിക്ക് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടില്ല, പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ
വ്യക്തമായ കാരണം ഞാൻ അതിനെ സത്യം പറയാതിരിക്കുക എന്ന് വിചാരിച്ചിട്ട് കുട്ടീൻ്റെ ഉപ്പാനെ വിളിച്ചിട്ട് അവൾക്ക് കാണാൻ ഭംഗിയില്ല എന്ന് പറയേണ്ടതില്ല. നീ അന്ന് പറയേണ്ടതില്ല. അള്ളാഹു നിങ്ങൾക്ക് നല്ലൊരു ബന്ധം കൊടുന്നേറ്റെ, ഞാൻ ഇൻഷാ അള്ളാ എനിക്ക് വേറൊരു ബന്ധം ആലോചിക്കണം എന്നുണ്ട്, എന്തെങ്കിലും മര്യാദയുള്ള എന്തെങ്കിലും വാക്ക് പറയാം, ഖലാസ്. എല്ലാ കാരണവും വിശദമായി പറയേണ്ടതില്ല. ചിലപ്പോൾ പെൺകുട്ടികളുടെ മനസ്സിനെ വേദനിപ്പിക്കും. തിരിച്ചാണെങ്കിലും വേണ്ടതില്ല, ആളുകളെ വേദനിപ്പിക്കാതിരിക്കുക, അല്ലേ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അരികിൽ സഹോദരങ്ങൾ കാലങ്ങൾക്ക് ശേഷം വന്നപ്പോൾ ബിനിയാമീൻ മോഷ്ടിച്ചു എന്ന് ആരോപിക്കപ്പെട്ട് പിടിക്കപ്പെട്ടപ്പോൾ സഹോദരങ്ങൾ പറഞ്ഞു, ഇവനൊരു സഹോദരനുണ്ടായിരുന്നു, ഇവനിതുപോലെ തന്നെയായിരുന്നു, അല്ലേ? അപ്പോൾ അള്ളാഹു ഖുർആനിൽ പറഞ്ഞ എന്താ ഇത് യൂസുഫ് വലം യുബ്ദിഹ ലഹു. യൂസുഫ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നും പറഞ്ഞില്ല. വലം യുബ്ദിഹ ലഹു, പുറത്തേക്ക് കാണിച്ചില്ല. വേദനിപ്പിക്കുന്ന വാക്കുകൾ പരമാവധി ഉള്ളിൽ വെക്കുക. ഉള്ളിൽ വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ നീങ്ങും. അപ്പോൾ സമാധാനമായി, പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞ പോലെ ഞാൻ പറയാതെ വിട്ട വാക്കുകൾ ആണ് എനിക്ക് സന്തോഷം നൽകില്ല. പറഞ്ഞ വാക്കുകൾ ആലോചിച്ച് പിന്നീട് എനിക്ക് ദുഃഖമാണ് ഉണ്ടായിട്ടുള്ളത്. തെറ്റുമ്പോൾ ചില ആൾക്കാർക്ക് എന്തോ ഒരു ഈഗോ പോലെ നമ്മൾ ഒഴിവാക്കിയതാണെന്ന് തന്നെ ആൾക്കാർ മനസ്സിലാവണം. എന്തിനാ അങ്ങനെ ചെയ്യുന്നു? പിരിഞ്ഞു. ഫസർരിഹൂഹുന്ന സറാഹൻ ജമീല, തലാഖ് ചെല്ലുന്ന സമയത്ത് പറഞ്ഞ വാക്കാത്. ഫസർരിഹൂഹുന്ന സറാഹൻ ജമീല, നിങ്ങൾ ഭംഗിയിൽ പിരിയാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ പറഞ്ഞ് അടികൂടി അതിൻ്റെ ആവശ്യമില്ല. പിരിഞ്ഞു, അൽഹംദുലില്ലാഹ് പിരിഞ്ഞു. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്ന സമയത്ത് സ്ത്രീയെ നോക്കാൻ അനുവാദമുണ്ട് എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നോക്കാൻ വേണ്ടി. ഒരിക്കൽ ഒരു സഹാബി വന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ അൻസാരികൾപ്പെട്ട ഒരാൾ വിവാഹം ആലോചിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നദർത ഇലൈഹ, നീ അവളെ കണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല. അവിടുന്ന് പറഞ്ഞു, ഫദ്ഹബ് ഫൻദുർ ഇലൈഹ, നീ അവളെ പോയി നോക്കുക. ഫഇന്ന ഫി അഅയുനിൽ അൻസാരി ഷൈഅൻ, അൻസാരികളുടെ കണ്ണിൽ എന്തോ ഒന്നുണ്ട്. ചിലർ പറഞ്ഞു അതായത് അൻസാരികളുടെ കണ്ണ് ചെറുതായിരുന്നു, വേറെ ചിലർ പറഞ്ഞു അൻസാരികളുടെ കണ്ണ് ഒരു ചെറിയ നീല നിറമുണ്ടായിരുന്നു. അപ്പോൾ മക്കയിൽ നിന്ന് വന്ന ആളുകൾക്ക് ചിലപ്പോൾ അതൊരു അവരുടെ ഭംഗിയുടെ കാഴ്ചപ്പാടുകൾക്ക് ചിലപ്പോൾ യോജിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അവരെ പോയി കാണാൻ പറഞ്ഞു. മുഗീറത്ത് ഇബ്നു ശുഅബയുടെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ഹബ് ഫൻദുർ ഇലൈഹ, പോയി അവളെ കാണുക. ഫഇന്നഹു അജ്ദറു അൻ യുഅദമ ബൈനകുമ, അവളെ നോക്കുന്നത് നിങ്ങൾക്കിടയിലെ ബന്ധം നീണ്ടു നിൽക്കാൻ സഹായിക്കുന്നതാണ്. പോയിട്ട് കണ്ടിട്ട് വിവാഹം കഴിക്കാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന മുഗീറത്ത് ഇബ്നു ശുഅബ ആ പെൺകുട്ടിയുടെ വീട്ടുകാരോട് പോയി പറഞ്ഞു. അപ്പോൾ ആ പെൺകുട്ടി വീട്ടിനുള്ളിൽ നിന്നുകൊണ്ട് പറഞ്ഞു എന്നാണ്, ഇൻ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അമറക അൻ തൻദുർ ഫൻദുർ, അല്ലാഹുവിൻ്റെ റസൂൽ നോക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ നോക്കിക്കോ. വഇല്ല ഫഅൻഷുദുക, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അള്ളാഹുവിനെ പറ്റി നിന്നെ ഭയപ്പെടുത്തുകയാണ്. അവർക്ക് പ്രയാസമുള്ളതുപോലെ ആ വീട്ടുകാർക്ക് നോക്കാൻ പറഞ്ഞപ്പോൾ, കാരണം പണ്ഡിതന്മാർ പറഞ്ഞു നോക്കരുത് എന്നതാണ് അടിസ്ഥാനം. കാരണം വിവാഹാലോചിക്കുന്ന പെൺകുട്ടി അന്യസ്ത്രീയാണ്, പക്ഷേ ഇതൊരു ആവശ്യത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ടതാണ്. അപ്പോൾ നോക്കാൻ ഏതായാലും അനുവാദം കിട്ടി എന്ന് പറഞ്ഞ് സ്ത്രീ അതിലെ മര്യാദകൾ പാലിക്കാതിരിക്കുക എന്നുള്ളത് പാടില്ല. പുരുഷൻ അനാവശ്യമായി നോക്കാൻ പാടില്ല. പണ്ഡിതന്മാർ പറഞ്ഞേക്കണം, എന്തായാലും തള്ളുമെന്നുറപ്പുള്ള വിവാഹങ്ങളിൽ നീ വിവാഹം ആലോചിച്ചാൽ എന്തായാലും സ്വീകരിക്കില്ല, നിനക്കറിയാം. ആ പെൺകുട്ടിയെ നോക്കുന്നത് ഹറാമാണ്. വിവാഹം ആലോചിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നോക്കാൻ പാടില്ല. നീ എന്തായാലും ആലോചിച്ചാൽ നിനക്ക് കിട്ടില്ല എന്നറിയാം, എങ്കിൽ ഇപ്പോൾ വിവാഹം അവളെ നോക്കാൻ പാടില്ല. അപ്പോൾ വിവാഹം ആലോചിക്കുമ്പോൾ നോക്കാൻ അനുവാദമുണ്ട്, പക്ഷേ ഏതാണ്ട് നീ വിവാഹം കഴിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ. ഇത്തരം കാര്യങ്ങൾ ഹുർമത്തുകളാണ്, ഓരോരുത്തരുടെയും പവിത്രതകളാണ്. നിൻ്റെ മകൾ ഇങ്ങനെ ഒരു കാഴ്ച വസ്തുവായി നിൽക്കുന്നത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവാത്തതുപോലെ മറ്റുള്ളവരുടെ മക്കളെ കാര്യത്തിൽ അവർക്കും അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ പെൺകുട്ടിയെ നോക്കുമ്പോൾ അനുവാദമുണ്ട്, പക്ഷേ ഈ പറഞ്ഞ രൂപത്തിലാണ്. ശരി, നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഒറ്റക്കാവാൻ പാടില്ല, പെൺകുട്ടിയായിട്ട് ഖൽവത്ത് ഉണ്ടാവാൻ പാടില്ല. ഖൽവത്ത് എന്നാൽ ആ ഭാഗത്ത് അടുത്ത് തന്നെ അവളുടെ മഹ്റമുകളിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടായിരിക്കണം, വാപ്പയോ സഹോദരനോ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവർക്കിടയിൽ സംസാരിക്കാൻ അനുവാദമുണ്ട്, പക്ഷേ സംസാരം ഫിത്ന ഉണ്ടാകാത്ത രൂപത്തിൽ കാര്യം പറയാം, അത്രയും സംസാരിക്കാൻ പറഞ്ഞു. നോക്കുന്നത് എവിടേക്ക് നോക്കാനാണ് അനുവാദമുള്ളത്? ചിലർ പറഞ്ഞു മുഖവും കൈയും മാത്രമാണ്. മുഖത്ത് നോക്കിയാൽ പെൺകുട്ടിയുടെ ഭംഗി മനസ്സിലാകും, കയ്യിൽ നോക്കിയാൽ അവളുടെ ശരീരത്തിൻ്റെ നിറവും മറ്റു കാര്യങ്ങളും മനസ്സിലാവും. വേറെ ചിലർ പറഞ്ഞു
മുഖവും കൈയും മാത്രമല്ല പെൺകുട്ടിയെ നോക്കാവുന്നതാണ്, അവളുടെ ശരീരത്തിലേക്ക് നോക്കാവുന്നതാണ്, അവളുടെ തടി, അവളുടെ നീളം, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അവളെ നോക്കാവുന്നതാണ്. അള്ളാഹു അലം അവളെ നോക്കാവുന്നതാണ്. കാരണം അള്ളാഹു അനുവദിച്ച കാര്യമാണ്. വിവാഹത്തിന് സഹായിക്കുന്ന രൂപത്തിൽ അവളെ നോക്കുന്ന അനുവദനീയമാണ്. പെൺകുട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ നോക്കണം നിർബന്ധമുണ്ടോ? ഇല്ല. നീ വിവാഹം ആലോചിക്കുന്ന പെൺകുട്ടി വിവാഹം ആലോചിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, വിവാഹം ഏതാണ്ട് സ്വീകരിക്കപ്പെടുന്നുവെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ നിനക്ക് ആ പെൺകുട്ടി അറിയാതെ അവളെ നോക്കാം. എന്ന് പറഞ്ഞാൽ ഈ അവളുടെ ഹിജാബിൽ അവളുള്ള സമയത്ത് അവളെ നോക്കാം. അങ്ങാടിയിലോ മറ്റോ വരുന്ന സമയത്ത്, മസ്ജിദിൽ വരുന്ന സമയത്ത് അവളെ നോക്കുന്നതിൽ തെറ്റില്ല, അനുവാദമുണ്ട്. അതുപോലെ തന്നെ ഒരാൾക്ക് വേണമെങ്കിൽ അവൻ വിശ്വസിക്കുന്ന അവൻ്റെ പെങ്ങളെയോ അവൻ്റെ ഉമ്മയെയോ വേണമെങ്കിൽ പെൺകുട്ടിയെ നോക്കാൻ വേണ്ടി ഏൽപ്പിക്കാവുന്നതാണ്, അനുവദനീയമാണ്. പക്ഷേ ഏറ്റവും നല്ലത് അവനവൻ തന്നെ നോക്കുന്നതാണ്. കാരണം ചില ആൾക്കാർ വേറെ നോക്കിയാൽ ചിലപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് യോജിച്ചായിക്കൊള്ളുന്നില്ല. അതുപോലെ തന്നെ അവളുടെ മഹറമായ ഏതെങ്കിലും ഒരുത്തനെ കൊണ്ട് നോക്കിപ്പിക്കാവുന്നതാണ്. എങ്ങനെയപ്പോൾ അവൻ്റെ കൂട്ടുകാരനായിരിക്കാം. ആ പെൺകുട്ടിയുടെ മഹറം ഇവൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ നിനക്ക് വേണമെങ്കിൽ അവളുടെ മഹറമിനോട് ചോദിക്കാം, ഈ പെൺകുട്ടി എങ്ങനെയാണെന്ന് ചോദിക്കാം. അത് തെറ്റില്ലാത്ത കാര്യമാണ്. ഇത്രയുമാണ് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പെൺകുട്ടികൾക്ക് വിവാഹം ആലോചിക്കുന്ന സമയത്ത് ഹദിയ കൊടുക്കാൻ പാടുണ്ടോ? ഹദിയ കൊടുക്കുന്ന അനുവദനീയമാണ്. ഹദിയ കൊടുത്താൽ പെൺകുട്ടിയാണ് വിവാഹാലോചന പിൻവലിക്കുന്നത് എങ്കിൽ ആ ഹദിയ തിരിച്ചു വാങ്ങിക്കാൻ അനുവാദമുണ്ട്. ആൺകുട്ടിയാണ് വിവാഹമാലോചന വേണ്ട എന്ന് വെക്കുന്നതെങ്കിൽ ആ ഹദിയ തിരിച്ചു വാങ്ങിക്കരുത് എന്ന് ഫിഖ്ഹിൻ്റെ കിതാബുകൾ കാണാം. അതുപോലെ തന്നെ തീർന്നു പോകുന്ന ഹദിയകളുണ്ട്, അത് തിരിച്ചു വയ്ക്കരുത്. ഉദാഹരണത്തിന് ഭക്ഷണം, തിന്ന ഭക്ഷണം തിരിച്ചു വയ്ക്കുക എന്നുള്ളത് മര്യാദയിൽപ്പെട്ടതല്ല, ചോദിക്കാൻ പാടില്ല. എന്നാൽ സ്വർണം കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് തിരിച്ചു വയ്ക്കാം. വെറുതെ ആഭരണങ്ങൾ കൊടുത്ത് വില കൂടിയ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു ചോദിക്കാം. കാരണം വിവാഹം ഉദ്ദേശിച്ച് കൊടുത്താൽ വിവാഹം നടക്കാത്തിടത്തോളം പെൺകുട്ടിയാണ് പിൻവലിഞ്ഞത് എങ്കിൽ അത് തിരിച്ചു ചോദിക്കാൻ അനുവാദമുണ്ട്. ഹദിയ കൊടുക്കുന്നത് അനുവദനീയമാണ്, തെറ്റായ കാര്യം. നമ്മുടെ നാട്ടിൽ പൊതുവെ അള്ളാഹു ആല മനസ്സിലാക്കിയെടുത്തുള്ള നാട്ടിലെ ഒരു രീതികൾ എല്ലായിടത്തുണ്ടെന്ന് എനിക്കറിയില്ല, ചിലയിടത്തുള്ള രീതികളിൽ പെട്ടതാണ് പെൺകുട്ടിയെ ഇഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ അടയാളമായി ഹദിയ കൊടുക്കാനുള്ളത്. പെൺകുട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ഹദിയ കൊടുക്കും, ഇല്ലെങ്കിൽ ഒന്നും കാര്യമായി കൊടുക്കാതെ ഇൻഷാ അല്ലാഹ് പറയാമെന്നിട്ട് തിരിച്ചിറങ്ങും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ അങ്ങനെ അടയാളം, അങ്ങനെ ഉറഫ് നാട്ടിലൊരു നടപ്പുണ്ട് എങ്കിൽ ഹദിയ കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാട്ടു നടപ്പുകൾ ഈ കാര്യത്തിൽ പരിഗണിക്കുന്നത് നല്ലതാണ്. ഇത്രയുമാണ് വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ച ചില വിധിവിലക്കുകൾ. ഈ കാലഘട്ടത്തിൽ ഇത് ആവശ്യമുള്ള കാര്യമാണ് എന്നതുകൊണ്ടാണ് ഇത് ഓർമ്മിപ്പിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നിക്കാഹുമായി ബന്ധപ്പെട്ട് ചില വിധിവിലക്കുകൾ പറയാനുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇന്നാ അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.